Well, hello guys. Good morning to the channel. Hope you guys are doing fine. Hi this, guys. This is Reese podcast. ആദ്യമായിട്ട് വരുവാണെങ്കിൽ വെൽക്കം. ആദ്യമായിട്ടല്ലെങ്കിൽ യു ഗൈസ് നോ വി ഗോണ കുക്ക് സം കോണ്ടന്റ്. ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ഒരു പൗരൻ എന്ന രീതിയിൽ അറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചുമ്മാ ഒന്ന് ഡിസ്കസ് ചെയ്യും. ഈ വരുന്ന കാര്യങ്ങൾ പല ന്യൂസ് ചാനലും ഇന്ത്യയിൽ വരത്തില്ല. എസ്പെഷ്യലി കേരളത്തിൽ സിൻസ് കേരള ന്യൂസ് ചാനൽസ് ആർ ഓൺഡ് ബൈ എന്താ പറയുന്നത് വെരി ഫ്യൂ പീപ്പിൾ ഇങ്ങനെ വേണ്ട ന്യൂസ് ചാനൽ പലതും വെളി വരണ്ടെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് അന്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവും. അതുപോലെ ഇവൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ പറയായിരുന്നു ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നതെന്ന്. ഇറ്റ്സ് ബാഡ് ബ്രോ. അതെ, ഇറ്റ്സ് ടെററിസം അറ്റ് ഇറ്റ്സ് പീക്ക്. ടെററിസം ആണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. റെഡ് ഫോർട്ടിൽ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. ഏകദേശം 10-11 പേര് മരിച്ചു ആൻഡ് അറൌണ്ട് 50 പീപ്പിൾ ഇഞ്ചേർഡ് ആയി. ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ടായിരുന്നു കൈയും കാലും ഒക്കെ തെറിച്ച് ആകാശത്തൂടെ പോകുന്നത് കണ്ടു. ഒരാളുടെ ലങ്സ് റോഡിൽ കിടന്ന് ലങ്സ് ഒക്കെ വെച്ച് ഐഡന്റിഫൈ ലങ്സ് ഒരാളുടെ റോഡിൽ കിടന്ന് കിട്ടി. അയാളുടെ ബോഡി കിട്ടിയില്ല. അപ്പം അത് ഫുള്ള് കത്തി നശിച്ചു പോയി ആ ബ്ലാസ്റ്റിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് മാത്രമല്ല, കേരളയിലെ ന്യൂസ് ചാനൽ ഈസ് ഡൗൺ പ്ലേയിങ് ദിസ്. നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടേ ഉള്ളൂ. ഡീറ്റെയിൽസ് വരുന്നില്ല, ആളുകളുടെ പേര് വരുന്നില്ല. നമ്മൾ ഈ കാണുന്നതും ഈ ടെററിസ്റ്റുകളുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വരുന്ന ഇന്റർനെറ്റിൽ കൂടെ, ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് കാണുന്നത്. ഞാൻ ന്യൂസ് കാണുന്ന ഒരാളാ. ആൻഡ് ഐ വാസ് ഇവരെന്തൊക്കെ ചൂക്കിത്ര ഡിസ്കസ് ചെയ്യാണ്. ദി വേൾഡ് ഇസ് ഓൺ എ പിനക്കിൾ. ഇന്ത്യ ഇസ് ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് ടൈം ഫോർ എ വാർ. എന്നിട്ട് ഇവർ ചൂക്കിത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഞാൻ കണ്ടത് റിപ്പോർട്ടറിലോ ഏതോ 2-3 ചാനലിൽ കണ്ടത് ഭീകരാക്രമണം അല്ല എന്ന് ആളുകളെ പറഞ്ഞ് ഇത് ചെയ്യണം. അത് NIA കൺഫേം ചെയ്തു. അതെ. ഇന്നലെ എന്നിട്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ പൊട്ടന്മാരാ, മറ്റെല്ലാ സിനിമ നടന്മാര് പൊട്ടന്മാര്. ലോകത്ത് ഇത്രയും വലിയ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന് നമ്മളുടെ റെഡ് ഫോർട്ടിന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൾച്ചറിന്റെ കോറിൽ വന്ന് ബോംബ് പൊട്ടിച്ചിട്ട് കേരളത്തിലെ ന്യൂസ് ചാനൽ പറയാണ് ഇത് ഭീകരാക്രമണമല്ല എന്ന് വെച്ചാ, എടാ മുഖത്ത് നോക്കി കള്ളം പറയും. നമ്മള് കാണുന്ന 100-90% ന്യൂസും ഫേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മലയാള ചാനലിന് ന്യൂസ് കാണാൻ ഉപയോഗിക്കും. ഡോണ്ട് വാച്ച്. അതൊക്കെ ജസ്റ്റ് പരസ്യത്തിന്, ആൾക്കാരുടെ പ്രൊമോഷനും വേണ്ടി ടെററിസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂസ് ആണ് കണ്ടത്. എനിക്ക് വളരെ വിഷമം വന്നു. 2-3 ചാനലുണ്ട്, റിപ്പോർട്ടറാന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഓർക്കുന്നില്ല, 2-3 ചാനലിൽ ഇത് ഭീകരാക്രമണമല്ല എന്ന്. എന്നിട്ട് ഇന്നലെ ഇതിന് മിസ്ഇൻഫർമേഷന് വേണ്ടി എല്ലാം ചെയ്തിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും എല്ലാവരും ഇതിനെ എൻഡോർസ് ചെയ്തു. ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്നും ഇതിന്റെ പെർപെട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകിലുള്ള ആളുകള്, ചരട് വലിച്ചവര് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും ഉണ്ടെന്നും അവർക്ക് എല്ലാത്തിനും ഇപ്പൊ കൊടുക്കുമെന്നും ഇവര് ശപഥം ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള, ഈ ടെററിസ്റ്റ് അല്ലെ പാസിഫിസ്റ്റുകളോടാ. പാസിഫിസ്റ്റുകൾ ടെററിസ്റ്റിനെ പിടിച്ചോ അവര് ലൈബ്രറി കൊണ്ടിട്ടാൽ മതി, അവര് ബുക്ക് വായിച്ച് നന്നായിക്കോളും. അങ്ങനെ ഏറ്റവും നല്ല ബുക്കുകൾ വായിച്ച് ആളുകളെ രക്ഷിക്കണമെന്ന് പറയുന്ന വോട്ട് എടുത്ത ഡോക്ടർമാരാണ് 5-6 പേര് കൂടി ഇരുന്നട ഒരു കാര്യം ചെയ്യാം, നമുക്ക് റെഡ് ഫോർട്ടിൽ ബോംബ് വെക്കാം, 10-20 പേര് ചാവും, അതാകുമ്പോൾ നല്ല ന്യൂസ് മീഡിയ കവറേജ് കിട്ടും, റെഡ് ഫോർട്ട് ആകുമ്പോൾ നമുക്ക് ന്യൂസിലൊക്കെ ഒരു PR വരും എന്ന് പറഞ്ഞ ചെകുത്താന്മാരാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന നമ്മുടെ നോർമീസിന് കണക്കല്ല. There is no way we can educate a terrorist. The only way I think peace can be acclaimed is by പുട്ടിൻ പറഞ്ഞ send them to God. അതെ. പുട്ടിൻ പറഞ്ഞ ഒരു ഫേമസ് വാക്കുണ്ട്. ഈ ഇന്ത്യയും ഈ ഇതുപോലുള്ള ഇസ്രായേലും ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഫേമസ് ആയിട്ട് വ്ളാഡിമിർ പുട്ടിൻ, റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത്. റഷ്യൻ പ്രസിഡന്റിനോട് ചോദിച്ചു ടെററിസ്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അവർക്ക് എന്താണ് ശിക്ഷ? അപ്പത്തേനും പുട്ടിൻ പറഞ്ഞു, ടെററിസ്റ്റിന്റെ മെന്റാലിറ്റി എനിക്ക് അറിയത്തില്ല, പിന്നെ ടെററിസ്റ്റിന്റെ ശിക്ഷ ഞാനല്ല വിധിക്കേണ്ടത്, ദൈവമാണ്. എൻ്റെ ജോലി അവരെ ദൈവത്തിന്റെ അടുത്തോട്ട് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മൈ ജോബ് ഈസ് ടു സെൻഡ് ദം ടു ഗോഡ്, ഹാങ് ബൈ ഡെത്ത്. ടെററിസം വന്നവരെ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. പബ്ലിക്കായിട്ട് എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ആളുകൾക്ക് കണ്ട് പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഈ ബോംബിട്ടവന്മാരെ എന്തോ ചെയ്യാൻ പോകുന്നത്? 20 വർഷം ജയിലിൽ കൊണ്ടിട്ട് തടിച്ചു കൊടുത്ത് രാവിലെ 6 പാക്ക്, വൈകിട്ട് ജിമ്മ്, 3 നേരം മട്ടൻ, ഇതൊക്കെ തിന്നിട്ട് 20 കൊല്ലം കഴിയുമ്പോൾ മറ്റേ പ്രോ ആയിട്ട്, ഇപ്പൊ ന്യൂബായിട്ടാ കയറുന്നത് ജയിലിലോ, അവിടുത്തെ കോണ്ടാക്ട്സ് എല്ലാം കിട്ടി പ്രോ ആയിട്ട് ഇറങ്ങും. എന്നിട്ട് മറ്റേ ജെയ്ഷി മുഹമ്മദോ മറ്റേ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാനിൽ പോകും. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്
എൻഡ് വേണം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ആളുകളുടെ റിക്വസ്റ്റ് ആണ് ഇതിന് വി നീഡ് ആൻ എൻഡ്. ഇതിങ്ങനെ പതുക്കെ 10 പേര് പൊട്ടി, 5 പേര് പൊട്ടി, ഒരാളും സ്റ്റോറി ഇടുന്നത്. അതെ, ഒരാളും സ്റ്റോറി ഇട്ടില്ല. സേവ് റെഡ് ഫോർട്ട് ഇടാത്ത സുഹൃത്തുക്കൾക്ക് നന്ദി. ഇതെല്ലാവരും കാണുന്നുണ്ട്, ഇതെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. പ്ലീസ്, ഹിപ്പോക്രസി അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വലിയൊരു ഡിവൈഡ് അടുത്ത 10 വർഷത്തിൽ വരാൻ മുസ്ലിംസ് ആൻഡ് ഇപ്പം നടക്കുന്നത് ഇന്ത്യ ഒരു സെക്കുലാർ രാജ്യമായിട്ട് പൊക്കോണ്ടിരുന്നത് കൊണ്ട് അല്ല, ഇങ്ങനെ അതെ പൊക്കോണ്ടിരുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതെന്നും ഇനി അതിപ്പം മാറും. ഹിന്ദുസ് അല്ലെങ്കിൽ, ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാണ്, ഹിന്ദുസ് അല്ലെങ്കിൽ നാഷണലിസ്റ്റുകൾ എല്ലാം ഒരു സൈഡിലോട്ടും, ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ് ഒരു സൈഡിലോട്ടും, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന നല്ലവരും ചീത്തക്കാലുകളും എല്ലാ മതത്തിലും ഉണ്ട്. പക്ഷേ ഇസ്ലാം മതം ഒറ്റപ്പെടാൻ പോവാണ് അടുത്ത 10 വർഷത്തിൽ. നമുക്കത് കാണരുതെന്ന് ഒരു തുള്ളി താല്പര്യമില്ലാത്ത ആളുകളാണ്. എല്ലാ മതങ്ങളും നല്ലോണം ജീവിക്കണമെന്നുള്ളവരാണ്. പക്ഷേ അടുത്ത 10 വർഷത്തിൽ ഇതൊരു ഡിവൈഡ് വരുമെന്നും, അതെ വലിയൊരു ഡിവൈഡ് വരുമെന്നും, ആൻഡ് നോ ഡൗട്ട് ഇസ്ലാം ഇൻ ഇന്ത്യ വിൽ ബി ഓവർപവേർഡ് ബൈ ദി അതർ ടു. കാരണം അതിന് സമയമായെന്നാണ് ഇപ്പൊ പല സംഘടനകളും ചിന്തിക്കുന്നതെന്നാണ് ഞങ്ങളുടെ റിസർച്ചിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ അലൈൻമെന്റ് മൂവ്മെന്റ് നോക്കുക. അതെ ആൻഡ് ഇന്നലെ നമ്മൾ മിലിറ്ററി എക്സസൈസ് ആരും അറിഞ്ഞില്ല. അതെ ഇന്നലെ ഓപ്പറേഷൻ തൃശൂൽ എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി എക്സസൈസ് നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബംഗാളില് നോർത്ത് ഈസ്റ്റിലും ഗുജറാത്തിന്റെ സൈഡിലും കാശ്മീരിന്റെ സൈഡിലും 3 സ്ഥലത്തും എയർഫോഴ്സ്, നേവി, ആർമി 3 സ്ഥലത്ത് 3 ആളുകളും കൂടി ചേർന്നാണ് ഇത് ഓപ്പറേഷൻ തൃശൂൽ. ആൻഡ് യു സോ ദ ട്രംപ്സ് റിയാക്ഷൻ. അതെ എന്നിട്ട് നമ്മളുടെ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ എൻവോയുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റെഡ് ഫോർട്ടിലെ ആക്സിഡന്റൽ ബ്ലാസ്റ്റിൽ നശിച്ച ആളുകൾക്ക് പ്രയർ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം എന്താ പറഞ്ഞ പാകിസ്ഥാനിൽ ഒരു ഹൈക്കോർട്ടിന്റെ ഫ്രണ്ടിൽ ഒരു കാർ പൊട്ടി. അപ്പൊ അവിടെ പറഞ്ഞു ടെററിസത്തിനെ ഞങ്ങൾ എതിർക്കുന്നു, പാകിസ്ഥാൻ ടെററിസത്തിന്റെ വിക്റ്റിമാണ്, വി ആർ ഇൻ ഫുൾ സപ്പോർട്ട് ഓഫ് പാകിസ്ഥാൻ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ട്രംപ് സൈഡിങ് ടു ഇന്ത്യ. നോ, ട്രംപ് വാണ്ട്സ് എ വാർ. കാരണം ഗൈസ് ഇന്നലെ ഞാൻ കണ്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് B2 ഹാസ് ലാൻഡഡ് ഇൻ ബാംഗ്ലൂർ. അതൊക്കെ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, എന്തോ ആയിരിക്കാം. അമേരിക്കയ്ക്ക് ഇന്ത്യയിലെ ഒരു യുദ്ധത്തിലോട്ട് ഇടണം. നമ്മൾ സൂപ്പർ പവർ ആവാൻ പാടില്ല. അതെ അത് രാജ്യസ്നേഹമുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ. കാരണം നമ്മളുടെ വീടും നമ്മളുടെ അയലക്കാരന്റെ വീടും തമ്മിൽ വഴക്കാവുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്ക് കാണാൻ നല്ല രസമാണ്. കാരണം ഇവന്മാർ രണ്ടുപേരും അടികൂടും, ഇവന്മാരുടെ നാശനഷ്ടം ഉണ്ടാവും, ഇതെല്ലാം പോകും. പക്ഷെ നമ്മളുടെ വീട്ടിനാണ് നാശനഷ്ടം ഉണ്ടാവുന്നത്. എന്റെ വീടെന്ന് കരുതുന്ന ഒരാൾക്ക് എന്റെ വീടിന് നഷ്ടം ഉണ്ടാവും. അപ്പൊ അത് ഇത്രയും നാൾ നമ്മൾ ഒഴിവാക്കാൻ നോക്കി. എന്റെ ഹംബിൾ റിക്വസ്റ്റ് ആണ് എൻഡ് ദിസ്. ഈ ടെററിസം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇതിനാണ് ഈ സെക്കുലാർ ആയിരുന്നു ഞാൻ ഇനി മുതൽ സെക്കുലാർ ആയിരിക്കില്ല. കാരണം ടെററിസത്തിനെതിരെ നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി, ഇപ്പോൾ ഞാൻ പാർട്ടി പറയുന്ന ആളല്ല, എനിക്ക് വോട്ടേഴ്സ് ഐ ഡി പോലും ഇല്ല, BJP ആണ്. BJPയിലോട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പം മാറുന്നത്, എൻ്റെ പ്രായത്തിലുള്ള യൂത്ത്. കാരണം വേറൊന്നുമില്ല, പാട്രിയോട്ടിസം അല്ലെങ്കിൽ രാജ്യസ്നേഹം ഉള്ളവർ ഇങ്ങനെ മാറിപ്പോടെ. കാരണം ഈ ന്യൂസിൽ കാണുന്നത്, ഈ ഫേക്ക് ന്യൂസുകൾ, ഈ കോൺഗ്രസ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസ് ഇതുവരെ ഒന്നും ഇതിന് വന്നിട്ട് പോലും ഇല്ല. കോൺഗ്രസ് ഒക്കെ പാകിസ്ഥാൻ പാർട്ടിയാണെന്നാണ് എനിക്ക് സംശയം തോന്നുന്നത്. നമ്മുടെ രാജ്യത്ത് ബോംബ് വീണിട്ട് നിങ്ങൾക്ക് വിഷമം വന്നില്ല എന്നുണ്ടെങ്കിൽ സോറി, വി ആർ നോട്ട് ദ സെയിം. എത്ര വലിയ ഒപ്പോസിഷൻ ആണെങ്കിലും ശരി, ഇത് US സംഭവിച്ചെങ്കിൽ 2 പാർട്ടീസ് ഫോർ എ സിംഗിൾ ഇവന്റെങ്കിലും ഒരുമിച്ച്. അതെ US സംഭവിച്ചു പോട്ടടാ, ഇത് ഗാസയില് ബോംബ് വീണ ഇവിടെ കേരളം പറയുന്നത് റാലി ഉണ്ടായിരുന്നു. അതെ, റാലി. ഇനിയും ഇവിടെ വേറെ റാലികൾ വരും ഇന്ത്യക്ക് വേണ്ടി. ആ റാലികളൊക്കെ വരുവാണ്, സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക, ഞങ്ങളും വരും. കാരണം ഞാനും ഒരു പേട്രിയറ്റ് ആണ്. ഞങ്ങൾക്ക് പാർട്ടി ഇല്ല, പക്ഷെ പാട്രിയോട്ടിസത്തിന് വേണ്ടി ഏത് പാർട്ടി ഇരിക്കുന്നോ ആ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ മാറി തുടങ്ങി. ഞങ്ങൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് സെക്യുലർ ഹിന്ദുസ്. അതിനെല്ലാം കാരണം ഈ ടെററിസവും ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. കാരണം ഭയങ്കര ബാഡ് സ്കീമായിട്ട് വരിക. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ബോംബ് വീഴുന്നത് പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ ഒരു അവസ്ഥയിലോട്ട് സത്യം
എന്റെ കോളേജിലൊന്നും ഒരു ജെൻസി ബാഡീസിന് ഒന്നും അറിയത്തില്ല. അതിന്റെ കാരണം നമ്മളുടെ മീഡിയ കള്ളത്തെണ്ടികളാ കാശും വാങ്ങിച്ചിട്ട് ISIS വരുന്ന ഫണ്ടുകളൊക്കെ ഇവന്മാർ കൊണ്ടുവന്ന് അന്വേഷിക്കാൻ, ഇതൊക്കെ MBA ഒക്കെ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. അപ്പം ബിഗ് താങ്ക്സ് ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോർ എന്താ പറയുക കിടിലം സെക്യുലറിസം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇത്രയും മത ഡിവൈഡ് കൊണ്ടുവന്ന് വോട്ട് മേടിച്ച പാർട്ടി. സത്യം. എന്നയുടെ അടുത്ത റിപ്പോർട്ട് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ ഇലക്ഷനിൽ ഐ പ്രഡിക്ട് ഈ ഇലക്ഷനിൽ കേരളം ഈസ് ഗോണ സ്റ്റാൻഡ് ഫോർ BJP. കാരണം ഈ പാട്രിയോട്ടിസം ഇവര് BJP ഒരു മാർക്കറ്റ് ആക്കി എടുക്കും. അവർക്ക് മാർക്കറ്റ് മാർക്കറ്റ് ഞങ്ങൾ ഉൾപ്പെടെ ചിലപ്പോൾ അതിന് വിക്ടിം ആവും. അതെ. കാരണം അത്യാവശ്യം ഒരു രാജ്യസ്നേഹം ഉള്ളവര് ഈ BJPയുടെ മാർക്കറ്റിംഗിൽ വീഴും. കാരണം വേറൊന്നുമില്ല, മാർക്കറ്റിംഗ് വീണാലും കുഴപ്പമില്ല, അവർ ആന്റി ടെററിസം കാര്യങ്ങളെങ്കിലും ചെയ്യുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് ബോംബ് വീഴുമെന്ന് പറഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഫേക്ക് ന്യൂസ് വന്നു. എന്തിനാണ് എന്തുവാണെന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ച് മുന്നോട്ട് പോകുന്നില്ല. വിൽ ചേഞ്ച് ദ ടോപ്പിക്. അതും കൂടെ എനിക്ക് പറഞ്ഞു നിർത്താറുണ്ട്, BJP's PR work is good. BJPയുടെ PR വർക്ക് കൊള്ളാം. അറ്റ്ലീസ്റ്റ് they made us feel safe. അതെ. അങ്ങനെ സംഭവം ഉണ്ട്. ഇന്നലെ അമിത്ഷാ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത് ഇതിന് മറുപടി കൊടുക്കുക, ഇങ്ങനെ അയാൾ എഴുതിയേക്കുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നേ. ഇതിന് മറുപടി കൊടുക്കുന്നത് ലോകം മുഴുവൻ ഒരു അമ്പരപ്പോടെ കാത്തിരിക്കും. അതിന് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഇനി ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നവർക്ക് ഇതായിരിക്കും പാഠമെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. സോ സംതിങ് ബിഗ് ഈസ് കമ്മിങ്. എന്തോ വലുത് വരാനിരിക്കുന്നു, തുടങ്ങിയിട്ടുണ്ട്. വേറൊരു കാര്യം പറയാം, ഐ ട്രൂലി ട്രസ്റ്റ് ദിസ് ഗവൺമെന്റ്. അവന്മാർ അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും, ഇത് നിർത്തും എന്ന് പറഞ്ഞാൽ നിർത്തും. അടുത്ത 20-25 വർഷവും ഇതല്ല CIയുടെ ഞാൻ പറയുന്നതൊക്കെ ഒരു ഭയങ്കര കോൺസ്പിറസിന്റെ ലീഗിലാണെങ്കിലും ഇഫ് യു തിങ്ക് ലോട്ട് ആൻഡ് യു റിസർച്ച് ലോട്ട് ആൻഡ് ലോട്ട്, ഈ ബോംബിട്ടത് ചൈന വരെ ആവാം. അതായത് CIA wants a war in India. ഇന്ത്യയും ഞാൻ എപ്പോഴും എല്ലാ പോഡ്കാസ്റ്റിലും പറയുന്നതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ റഷ്യ അമേരിക്ക അല്ല, ചൈനയും അമേരിക്കയാണ്. ചൈനയും അമേരിക്ക ഒരേ ഒരു കാര്യത്തിലെ ഒന്നിച്ചു നിൽക്കത്തുള്ളൂ, ഇന്ത്യയുടെ വളർച്ചയ്ക്കെതിരെ നിൽക്കുക. അപ്പോൾ അതേപോലെ ഇന്നലെ ബംഗ്ലാദേശിലെ പുതിയ ഡിഫൻസ് മിനിസ്റ്ററിനെ സെറ്റ് ചെയ്ത് they are prepping up for a war. ഇന്നലെ പാകിസ്ഥാൻ ആസിം മുനീർ എന്ന് പറയുന്നത് ആർമി ചീഫാണ്. അവിടെ പകുതി മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പും പകുതി പ്രൈം മിനിസ്റ്ററും ഉണ്ട്. അപ്പോൾ ആസിം മുനീറിന് ഇന്നലെ 3-4 പവർ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും ആർമി, എയർഫോഴ്സ്, നേവി ഇത് 3 മൊബിലൈസ് ചെയ്യാനും, മറ്റേത് 3 പേര് വേണ്ടേ, ഇത് ഒരാൾക്ക് പവർ കൊടുത്തു. എനിത്തിങ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നോട്ട് ആൻസറബിൾ ടു ജസ്റ്റിസ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നലെ നടന്നു. അതിനർത്ഥം പേടിക്കാനൊന്നുമില്ല, ഇന്ത്യ ഉടനെ ഒരു ചെറിയൊരു യുദ്ധത്തിലേക്ക് മാറും. പക്ഷെ ഐ ബിലീവ് ഇൻ അവർ നേവി ബ്രോ. നമ്മുടെ നേവിയുടെ പോസ്റ്റ് ഇന്ത്യൻ നേവി 10 ദിവസം കൊണ്ട് ഗെയിം തീർക്കും. നമ്മളൊന്ന് ന്യൂക്ക് വീണ് ചത്തില്ല എങ്കിൽ ഡോണ്ട് വറി, ഇന്ത്യൻ നേവി വിൽ ടേക്ക് കെയർ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, ദ ഇന്റൻസിറ്റി ഓഫ് ദിസ് ടെററിസ്റ്റ് അറ്റാക്ക് വാസ് സോ ഗുഡ്. എത്ര കിലോ റൈസിനെ പിടിച്ചേ? എത്രയോ കിലോ റൈസ് എന്ന് പറഞ്ഞാൽ അതും ഡോക്ടറിന്റെ കയ്യിൽ നിന്ന്. ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ കയ്യിൽ നിന്ന്, ഒരു ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് റേസിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിടിച്ചു, അത് ചെയ്തു, മാറ്റി. ഇപ്പൊ അത് കൺഫേംഡ് ആയി. കാരണം ഇയാളുടെ കയ്യിൽ വാട്ടർ ടാങ്കിൻ്റെകളും മറ്റേ ബ്ലൂ പ്രിന്റ്സും വാട്ടർ ടാങ്കിലോട്ട് എത്ര കിലോ ആഡ് ചെയ്യണം എന്നൊക്കെ കണക്ക് കൂട്ടി വെച്ചു. എന്ന് വെച്ചാൽ ഗുജറാത്തിൽ എവിടെയോ ഈ റൈസിൻ എന്ന് പറഞ്ഞാൽ വിഷമാണ്, എന്തോ വൻ വിഷവാതകമാണ്. അത് വാട്ടർ ടാങ്കിൽ ആഡ് ചെയ്ത് എബിലിറ്റി ടു വൈപ്പ് ഔട്ട് മില്യൺസ്, ഒരു ദിവസം കൊണ്ട് 10 ലക്ഷം പേരെ കൊല്ലാൻ പറ്റുന്ന സാധനം നമ്മൾ കണ്ടുപിടിച്ചു. ഗുഡ് ജോബ്. അത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്, ഇന്ത്യൻ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കണ്ടുപിടിച്ചു. അതൊന്നും ന്യൂസിൽ വന്നില്ല. കേരളത്തിൽ ഇതൊന്നും ന്യൂസിൽ വന്നില്ല. അപ്പൊ ഇതുപോലുള്ള ന്യൂസുകളാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊക്കെ ഫേക്ക് ഒന്നും അല്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ടൈംസ് ഓഫ് ഇന്ത്യ നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന ന്യൂസുകളാണ്. കാരണം എന്താ, ഇന്ത്യയിൽ 10 ലക്ഷം പേരെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ലേ? കേരളത്തിൽ ഇതൊന്നും വിഷയമല്ല, അറിയണ്ട. അതെ. അപ്പം ഓക്കെ, അങ്ങനെ നടക്കാം, മുന്നോട്ട് പോകാം. ഞങ്ങൾ ഒരു രീതിയിലും ഒരു മതത്തിനെ കുറിച്ചൊന്നും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് പറഞ്ഞല്ല. എനിക്കെന്തോ ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് എനിക്ക് പിടിക്കുന്നില്ല. അതെ. അത് ചുമ്മാ അത് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്നവരെ കാണുമ്പോൾ ഐ സീ ദ ആന്റി നാഷണൽസ്. ഈ പോഡ്കാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരുവാണെങ്കിൽ ഐ സോറി ആൻഡ് ഐ അപ്പോളജൈസ് ടു യു ഫോർ ദാറ്റ്. പിന്നെ അതേപോലെ ഗൈസ്, ഇതിനകത്തല്ല ഞങ്ങളുടെ ഒപ്പീനിയൻസ്, ഞങ്ങളുടെ റിസർച്ചും ആണ് പറയുന്നത്. വി മേ ബി റോങ്,
ഞാൻ പറയുന്നത് എല്ലാം കറക്റ്റ് ആണെന്നില്ല, എന്റെ ഫൈൻഡിങ് ആയിരിക്കും പറയുന്നത്. അതെ അതെ, ഞങ്ങളുടെ ഫൈൻഡിങ് ചിലപ്പോൾ നാരോ പാത്തിലൂടെ ആയിരിക്കും, വൈഡർ പെർസ്പെക്ടീവിൽ മീ മേ ബി റോങ്. അതുകൊണ്ട് ഡു യുവർ ഡ്യൂ ഡെലിജൻസ്. ഇതൊരു എന്റർടൈൻമെന്റ് പോഡ്കാസ്റ്റ് മാത്രം. അതെ അതെ, ഞങ്ങൾ പറയുന്നതിനെ പറ്റി സെർച്ച് ചെയ്യുക, ജസ്റ്റ് ഡു യുവർ റിസർച്ച്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ നമുക്ക് ഗോ ഓൺ ടു ദ ടോപ്പിക്. എന്താ സംഭവം വേറൊന്നുമല്ല, നമ്മൾ ചെറുതായിട്ട് നാസി പ്രൊപ്പഗാണ്ട എന്താണെന്ന്, അല്ലെങ്കിൽ എന്താണ് നാസി, NAZI എന്ന് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ന് തോന്നുന്നത് എന്താണ് എന്നൊക്കെ പറയുന്ന സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റൂല, കാരണം 10-40 വർഷത്തെ യുദ്ധകഥകളുണ്ട്. അവരുടെ ഇന്റന്റ് എന്താ, അതെ, അവരെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ഹിറ്റ്ലർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, 100 അല്ലെങ്കിൽ ലക്ഷക്കണക്ക് 6 മില്യൺ 60 ലക്ഷം പേരെ എന്തിനാണ് കൊന്നതെന്ന് പറയപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ മുന്നോട്ട് പറഞ്ഞു പോവുകയാണ്. അത് നമുക്ക് 1, 2, 3 എപ്പിസോഡുകളായിട്ട് പറയേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മുന്നോട്ട് പോവാം. എന്ന് പറഞ്ഞാൽ എന്തിനാണ്, വാട്ട് വാസ് ഇൻ ഹിറ്റ്ലേഴ്സ് മൈൻഡ്, എന്തായിരുന്നു ഹിറ്റ്ലറിൻ്റെ ചിന്ത, എന്തിനാണ് ഹിറ്റ്ലർ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഉള്ളത് ഞാൻ മൈൽഡായിട്ട് ടൂ മച്ച് ഡീറ്റെയിലോട്ട് പോവാതെ ഒന്ന് തൊട്ട് തലോടി പറഞ്ഞു പോവാം. നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കാണുക, എന്നിട്ട് ഡീപ്പ് ഡൈവ് വേണോ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2nd എപ്പിസോഡും 3rd എപ്പിസോഡും യുദ്ധത്തിലേക്കും ഒക്കെ കിടക്കും. അപ്പോൾ ഈ എപ്പിസോഡിൽ ഭയങ്കര നമ്പേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, പ്യുവർ എന്താ പറയുന്നത്, അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില കഥകൾ പറയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, വി ആർ ഓൺലി ഒപ്പീനിയനേറ്റിംഗ്. അതെ അതെ, അതുകൊണ്ട് ലീഗലി നോക്കുവാണെങ്കിലും ഞങ്ങൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ആരെയും റേസ് ചെയ്യുന്നതല്ല. ഞങ്ങളുടെ ഒപ്പീനിയൻ പറയാം, വി മേ ബി റോങ്, വി മേ ബി റൈറ്റ്. ഇത് പറയാൻ കാരണം ടെററിസ്റ്റുകളെ ക്രിട്ടിസൈസ് ചെയ്താൽ പ്രശ്നം വരുന്ന രാജ്യമാണ് നമ്മളുടെ ഇപ്പം, രാജ്യമല്ല സംസ്ഥാനം. അതുകൊണ്ടാണ് അതാണ് നമ്മളുടെ അവസ്ഥ. അപ്പൊ അത് പോട്ടെ, ഇത് കാണുന്ന നിങ്ങളിത് ആലോചിക്കണം. ഞങ്ങൾ ഒരു പോഡ്കാസ്റ്റേഴ്സ് ടെററിസ്റ്റുകളെ പറ്റി കുറ്റം പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ ഒപ്പീനിയൻ ആണ് എടുത്ത് പറയണമെങ്കിൽ ഞങ്ങൾക്ക് പേടിയുണ്ട്. കാരണം കേരള ഗവൺമെന്റ് അപ്പൊ തുടങ്ങാം. അപ്പം 1938 ഒരു നാസി എക്സ്പെഡിഷന് തുടക്കമായിരുന്നു. നാസി എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിമോട്ട് ലാൻഡിൽ നാസി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിട്ട് ഭയങ്കരമായിട്ട് വലിയൊരു എക്സ്പെഡിഷൻ തയ്യാറാക്കി. എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, വേറൊരു രാജ്യത്തോട്ട് പോയി നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക, പഠിക്കുക, ഇതൊക്കെയാണ് എക്സ്പെഡിഷൻ, കണ്ടെത്തുക. ഈ റിമോട്ടായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, ടിബറ്റ്. ആൻഡ് 1938 എന്ന് പറയുമ്പോൾ നമ്മളെ ജർമ്മനി ഈസ് ഇൻ വാർ. World War I അല്ലേ? World War II നടക്കുന്നു. വേൾഡ് വാർ. ജർമ്മനി ആരൊക്കെ അറ്റാക്ക് ചെയ്യുന്ന അറിയാവോ? അതെ, ആക്സിസും അലൈഡും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഹിറ്റ്ലർ എന്ന് പറയുന്ന ആളാണ് ജർമ്മനിയുടെ ഫ്യൂറർ. ഫ്യൂറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ഇൻ കമാൻഡ്. ഹിൽമർ അല്ല, ഹിറ്റ്ലർ അല്ല. അമ്മരും അങ്ങനെ ആരാ? ജർമ്മനി ഹിൽമർ അല്ല, ഹിറ്റ്ലർ അല്ല. ഞാൻ ചെല്ലപ്പേര് അങ്ങനെ ചെല്ലനൊന്നുമല്ല, ചില പേരെന്തോ ഉണ്ട്. ഇല്ല, ഹിൽമർ അല്ല. ഹിറ്റ്ലർ എന്ന് പറയുന്ന ആളാണ് ഫ്യൂറർ, നാസി ജർമ്മനിയുടെ ലീഡർ. ഇനി സെക്കൻഡ് ഇൻ കമാൻഡ് ഉണ്ട്. സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറയുന്ന ആളാണ് ഹെയറിക് ഹിംലർ. ഹെയറിക് ഹിംലർ എന്ന് പറയുന്ന അത് വേറെ ആളാണ്. ഹെയറിക് ഹിംലർ എന്ന് പറയുന്ന ആള് സെക്കൻഡ് ഇൻ കമാൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്തിലെ 2ാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആള്. പ്രസിഡന്റ് കഴിഞ്ഞ പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ പ്രസിഡന്റ് എന്ന് പറയുന്ന പോലെയാണ് ഹിറ്റ്ലറും ഹിംലറും. അവർ രണ്ടുപേരും കൂടെ ചേർച്ചാൽ they can do anything. അതെ അതെ. അപ്പോൾ ഒരു നാസി എലൈറ്റ് ടീം ഓഫ് സയൻറ്റിസ്റ്റിനെ ഇവരുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ വാർ നടക്കുകയാണ്. വാർ നടക്കുന്നതിൻ്റെ ഇടയിൽ ഹിറ്റ്ലർ വന്നിട്ട് ഹിംലറിനെ വാർ ഡ്യൂട്ടീസിൽ നിന്ന് കുറെ നാളത്തേക്ക് റിലീവ് ചെയ്യാണ്. അത്ര ഇമ്പോർട്ടൻ്റ്. അതെ അതെ. എന്ന് പറഞ്ഞാൽ ദ പ്രസിഡന്റ് ഈസ് കമ്മിങ് ആൻഡ് റിലീവിങ് ദ പ്രൈം മിനിസ്റ്റർ ഫോർ അനദർ ഡ്യൂട്ടി. അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി എപ്പോഴാണ് നടക്കുന്നത്? വാർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. ടോപ്പ് ഓഫ് ദ വാർ. അതെ. എന്നിട്ട് ആ സമയത്ത് എന്താണ് ഡ്യൂട്ടി കൊടുത്തതെന്ന് അറിയാമോ? ടിബറ്റിൽ പോകണം, ഒരു എക്സ്പെഡിഷൻ നടത്തണം, കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ നമുക്ക് വേണം, കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ടിബറ്റിലുണ്ട്, അങ്ങോട്ടേക്ക് പോകാനുള്ള ടീമിനെ റെഡിയാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഹിംലറിൻ്റെ കുറേ നാളത്തേക്കുള്ള ജോലി. അപ്പം ഹിംലർ ജോലി ഏറ്റെടുത്തു. ഇതെല്ലാം കഴിഞ്ഞു. എന്തായിരുന്നു ഈ ജോലി എന്ന് പറഞ്ഞാൽ, ഈ നാസി ഐഡിയോളജി എന്ന് പറഞ്ഞാൽ, ഈ നാസിക്കാർ ആര്യൻസ് എന്ന് പറയുന്നൊരു റേസാണ്.
അതാണ് അവർ പറയുന്നത്. ആര്യൻസ് എന്ന് പറയുന്ന റേസ് ഒരു സുപ്പീരിയർ റേസ് ആണെന്നും ബാക്കിയുള്ള റേസുകൾ ഭൂമിയിൽ പിന്നുണ്ടായതാണെന്നും യഥാർത്ഥ ഭൂമിയുടെ അവകാശികൾ ആര്യന്മാരാണെന്നും അവരുടെ ഡിസെൻഡൻസ് ആണ് ഇപ്പോഴത്തെ ജർമ്മൻസ്, ബാക്കി എല്ലാവരും ഇൻഫീരിയർ ബീയിങ്സ് ആണ്. ബ്ലൂ ഐഡ് ബ്ലോൺസ്. അതെ അതെ, ബ്ലൂ ഐഡ് ബ്ലോൺസ് എന്ന് പറഞ്ഞാൽ നീല കളർ കണ്ണുള്ള നല്ല ടോളായിട്ടുള്ള ഗോൾഡൻ ഹെയർ ഉള്ള ബ്ലോൺസ്. അതെ അതെ അതെ. അപ്പം അവരാണ് ലോകമെന്നും അവരാണ് ആര്യൻസിന്റെ ഡിസെൻഡൻസും ബാക്കി എല്ലാവരും ഇൻഫീരിയർ ആണെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഹിംലറിന് കൊടുത്ത ഈ മിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഏൻഷ്യൻ്റ് സൂപ്പർ റേസ് നമ്മളുടെ ജർമ്മനുമായിട്ടുള്ള കണക്ഷൻ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനിയും ഈ ഏൻഷ്യൻ സൂപ്പർ റേസ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ യൂറോപ്പും പല രാജ്യങ്ങളും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000 വർഷങ്ങളായിട്ട് ഇവർ ബ്രീഡ് ചെയ്ത് എല്ലാം പോയി. അപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്റർ ബ്രീഡിങ് നടക്കാത്തതും ഹിമാലയം കൊണ്ട് പ്രിസർവ് ആയിട്ടിരിക്കുന്നതും കൂടുതൽ ഒരു ഇൻവേഷൻ പോലും വരാത്ത സ്ഥലമായിരുന്നു ടിബറ്റ്. അപ്പൊ ടിബറ്റിലേക്ക് പോവുക. ടിബറ്റിൽ നമ്മളുടെ ആര്യൻ റേസിന്റെ ടെക്നോളജി, ആര്യൻ റേസിന്റെ സ്ക്രിപ്റ്റേഴ്സ്, ആര്യൻ റേസിന്റെ DNA, ലീനിയേജ് ഇതെല്ലാം അവിടെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവര് ടിബറ്റിലേക്ക് പോവാണ്, ഹിമാലയത്തിന്റെ അടുത്തേക്ക്. ഇവിടെ എന്തോ വേറെ സംഭവമില്ല, ആ ഏരിയയിൽ എന്തോ അല്ലേ യൂറോപ്പിൽ നിന്നൊക്കെ പെണ്ണുങ്ങളൊന്ന് പ്രഗ്നന്റ് ആവുന്ന സ്കീം? യെസ്, ആര്യൻ ഇൻവേഷൻ തിയറി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇംഗ്ലീഷുകാർ പഠിപ്പിച്ച കഥ അത് തെറ്റാണ്. അതൊക്കെ നമുക്കിപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ ഈ എന്താണ് ആര്യൻസ് എന്ന് ചോദിച്ചു വരികയാണെങ്കിൽ ഞാൻ അതിനൊരു ചെറിയൊരു ഉത്തരം പറയാം. ആര്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസി ഗവൺമെന്റ് വിശ്വസിച്ചിരുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനും ഇവരും കൂടെ ഉണ്ടാക്കിയതല്ല. അറ്റ്ലാന്റിസ്, അതെ, ഡു യുവർ റിസർച്ച്. അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഒരു സങ്കൺ കോണ്ടിനെന്റ് ഇവരുടേതായിരുന്നു. ആ സങ്കൺ കോണ്ടിനെന്റ് മരിക്കുന്നതിന് മുന്നേ കുറച്ച് സർവൈവേഴ്സ്, ആ സങ്കൺ കോണ്ടിനെന്റിലാണ് ഈ യഥാർത്ഥ സുപ്പീരിയർ ആര്യൻ റേസ് ജീവിച്ചിരുന്നത്. അതൊരു വലിയ കോണ്ടിനെന്റ് ആയിരുന്നു. അറ്റ്ലാന്റിക് ഓഷനിലാണ്. ഞാൻ ഒരു മാപ്പൊക്കെ ഇവിടെ കൊടുക്കാം. ആ ഒരു കോണ്ടിനെന്റ് എന്തോ കാരണത്താൽ നശിക്കപ്പെട്ടു. ആ കാരണവും എങ്ങനെ നശിച്ചെന്നും എല്ലാം ഞാൻ പറയാം. നശിച്ചതിന് ശേഷം ഇതിൻ്റെ സർവൈവേഴ്സ് പല കോണ്ടിനെന്റിലേക്കും രക്ഷപ്പെടാൻ നോക്കി. ആ രക്ഷപ്പെടാൻ നോക്കി വന്ന് ഇവരുടെ ഭയങ്കര സുപ്പീരിയർ റേസ് ആയതുകൊണ്ട് ഇവരെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുകയും ഫിസിക്കലി വ്യത്യാസം ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഇതിനെപ്പറ്റി പാടുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രക്ഷപ്പെട്ടു പോയ ലീനിയേജിനെ തപ്പിയെടുക്കുന്നതാണ് ഇവരുടെ മിഷൻ. അപ്പോൾ ഈ ഹെഡ് ഓഫ് നാസി ഗവൺമെൻറ്, ഈ SS എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നാസിയിൽ. ജർമ്മനിയിൽ SS എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റോ പോലെയാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരിത്. അപ്പോൾ ഈ ഹെഡ് ഓഫ് SS ആയിരുന്നു നമ്മളുടെ ഹിംലർ. ഈ ഹിംലർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് SS, റോയുടെ, ഇപ്പോൾ ഇന്ത്യയിലെ റോയുടെ ഹെഡ് അജിത് ഡോവാലിൻ്റെ പൊസിഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് വേറെ പദവികളുണ്ട്. വേറെ പദവി എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫ് ഓൾ പോലീസ് ഇൻ ജർമ്മനി, രണ്ടാമത്തെ പദവി. മൂന്നാമത്തെ പദവി എന്താ അറിയാവോ? ഹെഡ് ഓഫ് പാരാമിലിറ്ററി. നാലാമത്തെ പദവി സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ജർമ്മനി. ഹിറ്റ്ലർ ഇന്ന് മരിക്കപ്പെട്ടാൽ അടുത്ത ഫ്യൂറർ ഹിംലറാണ്. ഹിറ്റ്ലർ ആൻഡ് ഹിംലർ എന്ന് പറയുന്നത്. അതെ അതെ. ഈ ഹിംലർ ഇത്രയും എന്താ പറയുന്നത്, ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഡ്യൂട്ടി റിലീവ് ചെയ്ത് ടിബറ്റിലോട്ട് വിടാനുള്ള ഒരു ടീമിനെ ഉണ്ടാക്കാൻ വിടുവാണെങ്കിൽ അവർക്ക് ഇത് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് ഫാക്റ്റാണ്. കാരണം യുദ്ധത്തിന്റെ ഇടയിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞിട്ട് 1936-38 ഇവർ പോകുന്നത്. 1936 ഒരു ജർമ്മൻ സുവോളജിസ്റ്റിനെയൊക്കെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം ആര്യൻ സുപ്രമസിയുടെ എന്താ പറയുന്നത്, തെളിവുകൾ വേണം. ആര്യൻ സുപ്രമസിയുടെ ടെക്നോളജികൾ വേണം. ആര്യൻ സുപ്രമസിയുടെ സ്ക്രിപ്റ്റേഴ്സും കാര്യങ്ങളും തെളിവുകളും എല്ലാം നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ഈ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന സാധനം നശിച്ചു എന്ന് പറയുന്നതിനകത്തുനിന്ന് നശിച്ചതിന് ശേഷം ഇത് യൂറോപ്പിലോട്ട് ഈ DNA സ്പ്രെഡ് ആയിട്ടുണ്ട്. ഈ DNA യൂറോപ്പിൽ സ്പ്രെഡ് ചെയ്തു. യൂറോപ്പിൽ ജർമ്മനിയിലാണ് ഏറ്റവും കൂടുതൽ പ്യുവറായിട്ടുള്ള, ഇപ്പോൾ ഉള്ളതിൽ എല്ലാം ഇംപ്യൂറാണ്, പ്യുവറായിട്ടുള്ള ഇവരുടെ DNA ഉള്ളത് ജർമ്മൻസ്. അതെ, ഉള്ളതിൽ പ്യുവറായിട്ടുള്ളത് ജർമ്മൻസ് എന്ന് പറഞ്ഞാൽ ടോൾ, 6 feet, വെരി മസ്കുലാർ, ബ്ലോണ്ട് ഹെയർ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഹെയർ ഒക്കെ ആയിരിക്കും, ബിഗ് ഷാർപ്പ്. അതെ അതെ, വലിയ ജോലൈനും ഷോ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നീല കണ്ണുകളും ബ്രോഡ്
റിച്ചസ്റ്റും ഒക്കെ ഉണ്ട്. ഇന്റലക്ച്വൽസ്. അതെ, ഇന്റലക്ച്വൽസ് ആണ്. ഇതാണ് അവരുടെ ഒരിത്. അപ്പം ഇത് ജർമ്മനിയെ സംബന്ധിച്ച് ഇതൊരു ബിലീഫ് അല്ല, ഇത് ഒരു സ്റ്റോറി അല്ല, ഇത് ജർമ്മൻ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആണ്. അവരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ ഗാന്ധിജിയെ പഠിപ്പിക്കുന്നത് പോലാണ് ജർമ്മൻ രാജ്യത്ത് നാസി ഗവൺമെന്റ് അവരുടെ ആര്യൻ റേസിനെ പറ്റി പഠിക്കുന്നത്. ഇറ്റ്സ് എ ഫാക്ട്. അപ്പോൾ ഈ അറ്റ്ലാന്റിസിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, അറ്റ്ലാന്റിസിന് ജർമ്മനിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസവും ഒരു നൈറ്റും കൊണ്ടാണ് അറ്റ്ലാന്റിസ് ഇല്ലാതായി പോയത്. അവർക്ക് അത്രേ ഇൻഫർമേഷനേ അതിനെപ്പറ്റി ഉള്ളൂ. കടല് കയറി എന്നാണ് നശിച്ചു എന്നാണ് പറയുന്നത്. കടല് കയറിയത് എന്തുകൊണ്ടാണെന്ന് പല രീതിയിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അറ്റ്ലാന്റിസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവില്ല. കാരണം അറ്റ്ലാന്റിസിനെ പറ്റി ഗ്രീക്ക് മിത്തോളജി പറയുന്നുണ്ട്, അറ്റ്ലാന്റിനെ പറ്റി ഈജിപ്ഷ്യൻ മിത്തോളജി പറയുന്നുണ്ട്, അറ്റ്ലാന്റിസിനെ പറ്റി വേറെ മിത്തോളജീസ് പറയുന്നുണ്ട്. ഈ മിത്തോളജീസ് എല്ലാം അറ്റ്ലാന്റിസിനെ പറ്റി പറയുന്നുണ്ട്. ഈ അറ്റ്ലാന്റിസിനെ പറ്റി പറയുന്നത് ഈ ജർമ്മൻ ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ അറ്റ്ലാന്റിസ് ആണ് നശിച്ചതിന് ശേഷം ഈ ബാക്കിയുള്ള കോണ്ടിനെൻസിൽ ഈ ജർമ്മൻ, ഗ്രീക്ക്, ഇന്ത്യൻസ്, ചൂക്കി പിള്ളേർ അവിടെ ഇവിടെയൊക്കെ കുരങ്ങന്മാരുടെ കൂടെ നടന്നപ്പോൾ ഇവർ ചെന്നാണ് ഈ സിവിലൈസേഷൻസ് എല്ലാം പൊക്കിയെടുക്കുന്നതെന്നാണ് ജർമ്മനി പറയുന്നത്. അവിടെ ഞങ്ങളുടെ ഫോർഫാദേഴ്സിന്റെ ടെക്നോളജിയാണ് നീയൊക്കെ ഉപയോഗിക്കുന്നത്, ഞങ്ങളാണ് നിങ്ങളെ അരിയും കറിയും വെക്കാൻ പഠിപ്പിച്ചത്. ജർമ്മനി നോക്കിയത് എഞ്ചിനീയറിംഗ്, അതെ അതെ അതെ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങളാണ് തന്നത്, ഇറ്റ്സ് ടൈം ഫോർ അസ് ടു ടേക്ക് ബാക്ക്. അതിനകത്ത് എത്ര ജസ്റ്റിസ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്നും പറയുന്നുണ്ട്. അവർക്ക് അതെല്ലാം തിരിച്ചെടുക്കാനുള്ള അവകാശം ഉണ്ടോ? ഇല്ല. അവരിതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്ത് റൂൾ ദ വേൾഡ്. യെസ്. അപ്പോൾ ഈ അറ്റ്ലാന്റിസിന്റെ ഇത് നോക്കി അപ്പോഴത്തേനും അറ്റ്ലാന്റിസ് എവിടേക്കെന്നൊക്കെ പറഞ്ഞാൽ ഗ്രീക്കിലേക്ക് പോയിട്ടുണ്ട്, റോമൻ എംപയറിലോട്ട് പോയിട്ടുണ്ട്, മായൻസിലേക്ക് പോയിട്ടുണ്ട്, ആസ്ടെക്സിലേക്ക് പോയിട്ടുണ്ട്, ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട്, ഹിമാലയാസിൽ വന്നിട്ടുണ്ട്, എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. 10s of thousands of years ago, 10,000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ കുറച്ച് സ്ട്രക്ചേഴ്സ് ഞാൻ കാട്ടിത്തരാം. എന്ന് പറഞ്ഞാൽ 10,000 വർഷങ്ങൾക്ക് മുന്നേ റോമൻസ് അല്ലെങ്കിൽ മായൻസ് അല്ലെങ്കിൽ ആസ്ടെക്സ് എന്ന് പറയുന്ന ആളുകൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൾട്ടിവേഷൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം 4,000-5,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ സ്റ്റോൺ ഏജിലാണ്. സ്കാവേജസ് എന്ന് പറഞ്ഞാൽ ഗുഹയ്ക്കകത്തും മരത്തിനകത്ത് പോടിനകത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. കൊന്നു തിന്നത്. അതെ. പക്ഷേ ആ സമയത്ത് 6,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ അങ്ങനെ ജീവിച്ചെങ്കിൽ 10,000 to 20,000 years ago ഡേറ്റ് ചെയ്യപ്പെട്ട കുറച്ച് സാധനങ്ങളുടെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. ആർക്കിടെക്ചർ മാൻ. ഗ്രീക്കില് ഒരു പിരമിഡ് ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണത്തില്ല. ഗ്രീക്കിലെ പിരമിഡ് ഞാൻ കൊടുത്തേക്കാം. അറ്റ്ലാന്റിസിലെ ആളുകൾ ഗ്രീക്കിലേക്ക് പോയെന്ന് പറയപ്പെടുന്നു. രണ്ടാമത് റോമിലേക്ക് പോയെന്ന്, ഏൻഷ്യൻ റോമിലേക്ക് പോയെന്ന് പറഞ്ഞു. റോമിലെ പിരമിഡ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദാ ഇവിടെ കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് മായൻ സിവിലൈസേഷനെ ഹെൽപ്പ് ചെയ്യാൻ അറ്റ്ലാന്റിസുകാർ പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. മായൻ പിരമിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദാ ഇവിടെ കൊടുത്തേക്കാം. ആസ്ടെക്സ് എന്ന് പറയുന്ന നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ആളുകളെ അറ്റ്ലാന്റിസ് പോയാണ് റെഡിയാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആസ്ടെക്സിന്റെ പിരമിഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആസ്ടെക്സ് അല്ല, അവര് നോർത്ത് അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ വേറെ പ്രെഡിസിസേഴ്സ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈജിപ്ഷ്യൻ പിരമിഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈജിപ്ഷ്യൻ പിരമിഡ് ഞാൻ ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം. അപ്പൊ ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഹണ്ടർ ഗ്യാദറേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ പഴവും കല്ല് വെച്ചെറിഞ്ഞ് മാങ്ങയൊക്കെ പറിച്ച് തിന്നുകൊണ്ട് നടന്ന സമയത്തെ എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് ഞാൻ ഇവിടെ ഫോട്ടോ ആയിട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇവര് പറയുന്നത് ഞങ്ങള് അറ്റ്ലാന്റിയൻസ് ആണ് നിങ്ങൾക്ക് ഇതെല്ലാം തന്നത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇതിന് എന്തെങ്കിലും സത്യമുണ്ടോ? എന്തായാലും എപ്പിസോഡ് ചെയ്യാൻ പോയല്ല, ഞാൻ പഠിച്ചു പോയപ്പോഴത്തേക്കും ഈജിപ്ഷ്യൻ പിരമിഡിനകത്തെ ഒരു കഥയുണ്ട്. ഏറ്റവും ഈ 5 ഡോക്യുമെന്റ്സിനകത്തും എല്ലാം ഇവരെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഈജിപ്ഷ്യൻ പിരമിഡിനകത്ത് ഇവരെ പറ്റി വെൽ ഡോക്യുമെന്റഡ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ചത് ഈജിപ്ഷ്യൻ പിരമിഡ് 4,000 വർഷം ഉണ്ടാക്കിയതാണ്, അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. ഈജിപ്ഷ്യൻ ഗവൺമെന്റ് പോലും അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ NCERTയിൽ അതാ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈജിപ്ഷ്യൻ ഗവൺമെന്റും ഇപ്പം സ്ഥിരീകരിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 4,000-5,000 വർഷങ്ങൾക്ക് മുന്നുള്ള ആളുകൾ, കിങ് ടുറ്റുക്നമുനോ അങ്ങനെ എന്തോ പറയുന്ന ഒരാളാണ്, അയാൾക്ക് ഇത് അവരുടെ സിവിലൈസേഷൻ ഇത് കണ്ടെത്തുകയായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്. അവരിത് ഉണ്ടാക്കുകയാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. നോ,
അവര് അവിടെ ഈജിപ്ഷ്യനിൽ വന്നപ്പോൾ തന്നെ ഈ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ യഥാർത്ഥ ബുക്ക് ഓഫ് ടോട്ട് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്ക് ഓഫ് ടോട്ടിനെ പറ്റി പഠിച്ചു. ആ ബുക്ക് ഓഫ് ടോട്ടിനകത്ത് ഒരാളെ പറ്റി പറയുന്നുണ്ട്. ഈജിപ്ഷ്യൻ പിരമിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിത്തോളജിയിൽ പ്രോഫറ്റ് എന്നൊക്കെ പറയത്തില്ലേ, പ്രോഫറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ പ്രോഫറ്റ് ഉണ്ടെന്ന് നമുക്ക്, നമ്മളുടെ മതത്തിലെ പ്രോഫറ്റ് ഉണ്ടെന്ന് നമുക്ക് വിശ്വാസം, അത് അപ്പുറത്തെ മതം വിശ്വസിക്കണമെന്നൊന്നുമില്ല. അതുപോലാണ് ഈജിപ്ഷ്യൻ മതവും. ഈജിപ്ഷ്യൻ മതത്തിലെ ഒരു ദൈവപുത്രൻ ആണ് തോട്ട്. തോട്ട് ഭൂമിയുടെ അവസാനം കണ്ട് തിരിച്ചു വന്ന് ബാക്കിയുള്ള സിവിലൈസേഷൻ എല്ലാം പുതുക്കി പണിയാൻ വേണ്ടി വന്ന ആളാണ്. തോട്ട് എവിടുന്ന വന്നതെന്നറിയാവോ? അറ്റ്ലാന്ത. ഈ അടുത്ത പേര് പറയാൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കേട്ടിട്ട് കാണും, ടോട്ട് ദി അറ്റ്ലാന്റിയൻ. കേട്ടിട്ടുണ്ടോ? തോട്ട് ദി അറ്റ്ലാന്റിയൻ എന്നാണ് അവരുടെ ആ ദൈവത്തിനെ പറയുന്നത്. കാരണം ലോകം മുഴുവൻ നശിച്ച് ആഫ്രിക്കയും അമേരിക്കയും യൂറോപ്പും എല്ലാം നശിച്ചതിന് ശേഷം അവർക്ക് സിവിലൈസേഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് വന്ന വലിയ തോട്ട് ദി അറ്റ്ലാന്റിയൻ എന്ന് പറഞ്ഞ ദ എഞ്ചിനീയർ കിങ് എന്നാണ് പറയുന്നത്, ദ പ്രീസ് കിങ് വന്ന് പണിഞ്ഞ സാധനമാണ് ഇതെന്നാണ്. അവിടെയും തോട്ട് ദി അറ്റ്ലാന്റ എന്നാണ് പറഞ്ഞേക്കുന്നത്. തോട്ട് ദി അറ്റ്ലാന്റ, അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്ന ആളെന്നാണ് പറയുന്നത്. ഇനിയും രണ്ട് നമ്മളുടെ എന്താ പറയുക, മായൻ സിവിലൈസേഷൻസ് എടുക്കാം. മായൻ സിവിലൈസേഷനകത്ത് അറ്റ്ലാന്റിസ് എന്ന് പറയുന്നില്ലെങ്കിലും ദൂരെ ഉള്ളൊരു ഈസ്റ്റിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആളുകൾ, ഹൈലി ഡെവലപ്ഡ് പീപ്പിൾ ഹു ക്യാൻ ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കാൻ ടെക്നോളജി ഉള്ള, എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ അവരെഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെ, ഒരു സ്റ്റാറിൽ നിന്ന് മറ്റേ സ്റ്റാറിലോട്ട് മേഘത്തിൽ കൂടെ പോകാൻ പറ്റുന്ന ആളുകൾ. ഇവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരൂപമാണെന്നും മനുഷ്യ അല്ലാത്തൊരു രൂപം എടുക്കാനും പറ്റുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുന്നത് കുക്കുക്കാൻ എന്ന് പറയുന്ന പേരിലാണ്. ദ ഫ്ലൈയിങ് സർപ്പന്റ്. കുക്കുക്കാൻ, ദ ഫ്ലൈയിങ് സർപ്പന്റ്. വേറൊരു ഇതിലെ ഹിന്ദി ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് പാന്തറിൽ. കുക്കുക്കാനോ? ബ്ലാക്ക് പാന്തറിൽ കുക്കുക്കാൻ ഉണ്ട്. ഓക്കെ, ഞാൻ അതിനകത്ത് ഞാൻ ഈ കുക്കുക്കാന്റെ ഫോട്ടോ കൊടുത്തേക്കാം. ബ്ലാക്ക് പാന്തറുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്ന് നമുക്ക് കൊടുത്തേക്കാം. അപ്പൊ റേസ് എന്തോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പത്തേനും ഈ കുക്കുക്കാൻ എന്ന് പറയുന്ന അവർ കാണിക്കുന്നത് തന്നെ ഒരു സർപ്പന്റൈൻ ഫ്ലൈയിങ് ഗോഡ് എന്നാണ്. അവർക്ക് മനുഷ്യന്റെ രൂപം എടുക്കാം, അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ രൂപവും എടുക്കാം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ സർപ്പന്റൈൻ ഫ്ലൈയിങ് ഗോഡ് ഈ 2-3 സ്ഥലത്ത് വരുന്നുണ്ട്. ആസ്ടെക്സിന്റെ അതിനകത്തും ഈ സർപ്പന്റൈൻ ഫ്ലൈയിങ് ഗോഡ് വരുന്നുണ്ട്. റെപ്റ്റീലിയൻ ഫ്ലൈയിങ് ഗോഡ്. അതിനകത്ത് ആ റെപ്റ്റീൽസിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാം. ഇവർ പറയുന്ന ഈ വലിയ പിരമിഡൊക്കെ ഇല്ലേ, ആ പിരമിഡിന്റെ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ഈ ഫ്ലൈയിങ് ഗോഡിന്റെ പടങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട്. ഞാനത് കൊടുത്തേക്കാം. ഇന്ത്യ ഉൾപ്പെടെ, ഇന്ത്യയിൽ നാഗാസിനെ പറ്റി എന്താ പറയുന്നത്? ഇന്ത്യയിൽ നാഗാസ് എന്ന് പറയുന്ന ഒരു സർപ്പന്റൈൻ ബീയിങ്സിനെ പറ്റി പറയുന്നുണ്ട്. പ്രഡസസേഴ്സ് മാത്രമല്ല, നാഗാസ് ഭൂലോകത്ത് അല്ലെങ്കിൽ ഭാരതത്തിൽ വന്ന് നമുക്ക് എന്തൊക്കെയാ തന്നെ അറിയാവോ? സിവിലൈസേഷൻ, ടെക്നോളജി, മെഡിസിൻ ആൻഡ് എഞ്ചിനീയറിംഗ്. അതിന്റെയൊക്കെ ട്രിബ്യൂട്ട് ആയിട്ട് എപ്പോഴും നമ്മൾ വീട്ടിൽ കുടുംബക്കാവുകളൊക്കെ. അതെ, കുടുംബക്കാവുകൾ വെക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ ഇപ്പോഴും ഇന്ത്യയിലെ ഡോക്ടറിന്റെ ഒരു സിജിലുണ്ട്, ഡോക്ടേഴ്സിന്റെ സൈൻ. അതിനകത്ത് 2 പാമ്പുകളുടെ ഇതാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ആയുർവേദത്തിലെ ഏതോ ഒരു മുനി നമുക്ക് ആയുർവേദം തന്നു അല്ലെങ്കിൽ ശിവൻ തന്നു എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ മുന്നോട്ടും കഥ പോകുന്നുണ്ട്. ആ മുനിയും ഈ ആയുർവേദം ബുക്ക് കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ തന്നത് നാഗാസ് ആണ് ഹീലിംഗ് പവർ. കേട്ടിട്ടില്ലേ നിങ്ങൾ നാഗാസിന്റെ ഹീലിംഗ് പവർ എന്നൊക്കെ പറയുന്നത്? ഈ തക്ഷകന്മാർ അല്ലെങ്കിൽ നാഗാസ് ആണ് നമുക്കും തന്നെന്നാണ് പറയുന്നത്. ഈ ഞാൻ കേട്ടിട്ടുള്ള ഇപ്പൊ ഈ ചില ബില്യണേഴ്സ് ഈ സ്നേക്ക് പോയിസൺ മൈക്രോഡോസ് ചെയ്യും. അതെ, സ്നേക്ക് പോയിസൺ മൈക്രോഡോസ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം, നിങ്ങൾ ആരും ചിന്തിക്കാത്തൊരു സാധനമായിരിക്കാം, ഞാനതൊന്ന് പറയാം. ഇന്ത്യ ആവട്ടെ, അമേരിക്ക ആവട്ടെ, സൗത്ത് അമേരിക്ക ആവട്ടെ, യൂറോപ്പ് ആവട്ടെ, ഇവിടെ എല്ലാവരും നമ്മൾ യഥാർത്ഥത്തിൽ വർഷിപ്പേഴ്സ് ആണ്. നമ്മൾ എവിടുന്നോ വന്നൊരാളെ വർഷിപ്പ് ചെയ്യും. നമ്മളിപ്പോ ഇന്ത്യൻ ഗോഡ്സ്, അതെ, ഇന്ത്യൻ ഗോഡ്സ് ആണ് വലുത്, മറ്റേ ഗോഡ്സ് ആണ് വലുത് എന്നൊക്കെ നമ്മൾ പറയുന്നു. എങ്കിലും നമ്മൾ ഒരു സൂപ്പർ റേസിന് അല്ലെങ്കിൽ ഒരു വേറൊരു രീതിയിലുള്ള ആളുകളെ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? നമ്മൾ വർഷിപ്പ് അറിയാതെ അറിഞ്ഞുകൊണ്ടോ
ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ വർഷിപ്പ് ചെയ്യുക. സംതിങ് ലൈക്ക് നമ്മുടെ DNA കോഡ് ചെയ്ത് വെച്ചേക്കും. കോഡ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് മാത്രമല്ല അതിലെന്തോ സത്യമുണ്ട്. കാരണം നമ്മളെക്കാട്ടി വലുതായിട്ടുള്ള ഏതോ ഒരു ബീയിങ്സിനെ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അവരുടെ ഈ അറ്റ്ലാന്റിസ് സ്റ്റോറിയിൽ സത്യമുണ്ട്. കാരണം അവിടുന്ന് വന്ന ആളുകൾക്ക് സത്യമുണ്ട്. ഇനിയും അറ്റ്ലാന്റിസ് സ്റ്റോറിയിൽ നമുക്ക് 7 സേജസിനെ പറ്റി പറയുന്നുണ്ട്, 7 ടീച്ചേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുമ്പോഴും ഈ വർഷിപ്പിൻ്റെ കാര്യം ഭയങ്കര ഇൻട്രിഗ്യൂയിങ് ആണ്. കാരണം ഇന്ത്യ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, ഈസ്റ്റ് വെസ്റ്റിലെ രാജ്യങ്ങൾ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഗ്രീസ്, റോമൻസ്, അവർക്കെല്ലാം ഒരു ദൈവങ്ങളുണ്ട്. എടാ ഞാൻ കഴിയട്ടെ, വെറുതെ ഒരു മനുഷ്യൻ ജീവിച്ച ഒരു ദിവസം രാവിലെ വന്ന് എന്നാൽ ഞാൻ ഒരു ദൈവത്തിനെ പ്രാർത്ഥിക്കാന്ന് പറയത്തില്ല. അവര് ദൈവത്തിനെ പോലെ കണ്ട എന്തോ ഉണ്ടായത് കൊണ്ടാണ് ദൈവം ഉണ്ടായത്. പക്ഷെ അറ്റ്ലാന്റിസിന്റെ ചരിത്രത്തിൽ ഒരു ദൈവമില്ല. അറ്റ്ലാന്റിസിന്റെ ചരിത്രത്തിൽ അവരാണ് ദ സുപ്രീം. അവര് ലോകത്തോട്ട് സ്പ്രെഡ് ചെയ്തു പോയി. ഇന്ത്യയിലും ഭൂട്ടാനിലും നേപ്പാളിലും ചൈനയിലും എല്ലാം വന്ന് അവര് ഈ കുഞ്ഞിക്കാട്ടം പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ വേറൊരു തിയറിയും കൂടെ ജസ്റ്റ് യൂട്യൂബ് വീഡിയോയിൽ പണ്ടം കണ്ടേ. സത്യം പറഞ്ഞാൽ അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ സ്ഥലം എർത്തിലല്ല, വേറൊരു ഏലിയൻ ബീയിങ്സ് ഇവിടെ വന്ന് അവരുടെ കഥ പറയുമായിരുന്നു. അവിടെ ഒരു അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. ഇന്ന് പറയുന്നതിന് വേറൊരു ഇതുണ്ട്. കാരണം ഞാൻ ഇനി അത് കറക്റ്റ് അനുനാക്കിയായിട്ട് സിങ്കായി പോകുന്ന ഒരു കഥയാണ്. ഉറപ്പായിട്ടും അനുനാക്കിയായിട്ട് സിങ്കായി പോകുന്ന കഥയാണ്. കാരണം ഈ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന നമ്മൾ ഇത്ര നേരം പറഞ്ഞാലും അറ്റ്ലാന്റിസിന് എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ ഈ അറ്റ്ലാന്റിയൻസ് ഇവർക്ക് എന്താണ് പ്രത്യേകത എന്ന് പറയുമ്പോൾ അറ്റ്ലാന്റിസിനെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ തെളിവ് കിട്ടിയത് ഏൻഷ്യൻ ഗ്രീക്ക് മിത്തോളജി എന്നാണ്. ആരും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെ, പ്ലേറ്റോ അല്ല, അറ്റ്ലാന്റിസിനെ പറ്റി പറയുന്നുണ്ട്. ഒരു കഥയാണ്. ആ ബുക്കിന്റെ പേര് ഞാൻ മറന്നു, ഈ ബുക്ക് ഞാൻ കൊടുത്തേക്കാം. അറ്റ്ലാന്റിസിനെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിയൻസ് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഇന്റെ മക്കളാണ്, ഡിസെൻഡൻസ് ആണെന്നാണ്. ഗോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗോഡ്സ് വേറെ പ്ലാനറ്റിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. നെഫ്ലിംസ് അല്ലെങ്കിൽ നിബീരു അല്ലെങ്കിൽ സുമേരിയൻ കഥകളിൽ നിബീരു എന്നൊക്കെ പറയുന്ന സ്ഥലം വേറെ പ്ലാനറ്റിൽ നിന്ന് വന്ന ആളുകളാണ്. ഭൂമിയിൽ നമ്മൾ സേപ്പിയൻസ് അല്ലെങ്കിൽ നിയാൻഡർത്തോളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വെരി സുപ്പീരിയർ ആയിട്ടുള്ളൊരു റേസ് നമ്മുടെ ഭൂമിയിൽ വന്നെന്നും ആ റേസ് ഒരു കോണ്ടിനെന്റിലെ ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവിടെ ബ്രീഡിങ് നടന്നുവെന്നും ആ ബ്രീഡിങ് നടന്നതിന് ശേഷം ഇവർ പോവുകയോ എന്തോ ചെയ്തു. അതിനുശേഷം ഭൂമി ഒരു 10,000 വർഷങ്ങൾക്ക് ശേഷം ആ കോണ്ടിനെന്റിലുള്ളവരെല്ലാം ആ ഗോഡ്സിന്റെ DNA ഇന്റർബ്രീഡ് ചെയ്ത് ഭയങ്കര സുപ്പീരിയർ ആയി. അവരാണ് ജർമ്മൻ രീതിയിൽ പോയി ആര്യൻസ് ആയിട്ട് ഇരിക്കുന്നതെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഹിംലറും ഇതൊക്കെ അന്വേഷിച്ചാണ് പോയത്. ഈ ഹിംലർ ഇത് അന്വേഷിച്ച് പോയി. ക്യൂരിയസ് ആയിരുന്നു. അതെ, ഹിംലർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഹിംലർ പോയി. അപ്പത്തേക്ക് ഹിറ്റ്ലർ ഒരു ക്ലെയിം നടത്തി. ഹി ഈസ് നോട്ട് ഗോയിങ് ടു ഡിസ്കവർ അറ്റ്ലാന്റിസ്, ഹി ഈസ് റീഡിസ്കവറിങ് ജർമ്മനി എന്നാണ് ഹിറ്റ്ലർ ഈ സ്പീച്ചിൽ പറഞ്ഞത്. ഹിംലറിനെ വിടുവല്ലേ, ഹിംലറിന്റെ ടീമിനെയൊക്കെ. അപ്പോഴത്തേനും ഇത് ഭയങ്കര പ്രശ്നമായി. ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. അപ്പം ഞാൻ 2-3 കഥ ചെറുതായിട്ട് പറഞ്ഞു. ഇനി ഞാൻ വേറൊരു കഥയിലോട്ട് പോവാം. പറയാൻ സമയമുണ്ടോ? വേറൊരു കഥയിലേക്ക് പോവാം. വേറൊരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും മായൻ കഥകൾ ഞാൻ പറഞ്ഞു, കുക്കുഖാന്റെ കഥ പറഞ്ഞു, ഇന്ത്യൻ നാഗാസിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ടിബറ്റിലേക്ക് വന്നല്ലോ. ടിബറ്റിലേക്ക് പോവാം, പക്ഷെ അതെ ടിബറ്റിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൊടുക്കാം. ടിബറ്റില് അവര് ശംബാല എന്ന് പറയുന്ന സ്ഥലത്തും അതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വി മാൻകൈൻഡ് ജെറ്റ് ഫൈറ്റർ രാത്രി കണ്ടുപിടിക്കുക? അതിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സ്വസ്തിക സിംബൽ നമ്മുടെ അതെ വെങ്കടേശ സ്വാമിയുടെ സിംബല്, അല്ലെങ്കിൽ നമ്മള് വാട്ടർ ഗോഡ് എന്ന് പറയുന്ന വരുണ എന്ന് പറയുന്ന ആളുടെ സിംബല് ഒക്കെ എന്തിനാണ് നാസി അറ്റ്ലാന്റിയൻസ് ഉപയോഗിക്കുന്നത്? അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് പോവാം. അതിന് നമുക്ക് 20 മിനിറ്റ് ഒന്നും പോരാ. അപ്പോൾ ഈ ഒരു ക്ലെയിം യഥാർത്ഥത്തിൽ എന്താണ്, അറ്റ്ലാന്റിസ് എന്താണെന്ന് അന്വേഷിച്ച് പോയപ്പോൾ നമുക്ക് വേറൊരു കഥയിലോട്ട് പോവാം. ഏൻഷ്യൻ ഗ്രീക്കിൽ നടന്നൊരു ഏൻഷ്യൻ കഥ. ഞാൻ എപ്പോഴും പറഞ്ഞു അറ്റ്ലാന്റിയൻസ് ടോളാണ്, ബ്ലോണ്ടാണ്, ബ്ലൂ ഐഡ് ആണ്. ഇതെല്ലാം അല്ലാതെ ഇവർ വേറൊരു കാര്യം കൂടാണ്, കോൺകറേഴ്സ്. ഇവർ ഭയങ്കര വലിയ കോൺകറേഴ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സ്റ്റോറിയിലോട്ടാണ് നമ്മൾ പോകുന്നത്, ഏൻഷ്യൻ ഗ്രീക്ക് സ്റ്റോറി. ആ സ്റ്റോറി നമ്മൾ പറയുമ്പോൾ ആ സ്റ്റോറിയുടെ ബുക്കൊക്കെ ഞാൻ കൊടുത്തേക്കാം. നമ്മളിപ്പം ബൈബിൾ അല്ലെങ്കിൽ ബാൻഡ് ബൈബിൾ എന്ന് പറയുന്ന എത്യോപ്യൻ ബൈബിളൊക്കെ ഇല്ലേ, അപ്പം
ഗ്രീക്കിൽ തന്നെ പല ഫാക്ഷൻസും ഇത് ബാൻഡായിട്ട് കാണുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ആ ബുക്കിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അട്രഹാസീസോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ഞാനത് കൊടുത്തേക്കാം, പേരും ആ ബുക്കിൻ്റെ ഒരു പടവും കൊടുത്തേക്കാം. ആ ബുക്കിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു കഥയാണ്. ഏകദേശം 14,000 years എഗോ ഏൻഷ്യൻ ഗ്രീക്കിൽ നടന്ന കഥ. അപ്പത്തേനും ഏൻഷ്യൻ ഗ്രീക്കിൽ നടന്ന കഥ സെറ്റ് ചെയ്യാണ്. ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ 10-400 പേജുണ്ട്. അവരങ്ങ് എലാബറേറ്റ് ചെയ്ത് എഴുതിയേക്കോ, ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ. ഞാൻ അടുത്തൊരു ബുക്കിനെ കുറിച്ച് യാ അപ്പത്തേനും ഈ ബുക്കിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, പണ്ട് ലോകത്ത് അറ്റ്ലാന്റിയൻസ് ഉണ്ടായിരുന്നു, പണ്ട് ലോകത്ത് ഞങ്ങൾ മനുഷ്യരുണ്ടായിരുന്നു, പിന്നെ ലോകത്ത് വേറൊരു ഫാക്ഷൻസും ഉണ്ടായിരുന്നു എന്ന് പറയാണ് കഥ തുടങ്ങുന്നത്. ഈ 3 ഫാക്ഷൻസിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. അതിനകത്ത് ഫസ്റ്റ് ബുക്കിൽ തന്നെ, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് അറ്റ്ലാന്റിയൻസ്, അറ്റ്ലാന്ത എന്നാണ് പറയുന്നത്, അറ്റ്ലാന്റിയൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. അവര് പിന്നെ ഞങ്ങൾ മനുഷ്യർ എന്ന് പറയാൻ ക്ലിയർലി ഞങ്ങൾ മനുഷ്യരാണ്, അവർ വേറെന്തോ ആണ്, അവരെ അറ്റ്ലാന്റിയൻസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ മൂന്നാമതൊരു ഫാക്ഷൻ ഉണ്ട്, അവർ ന്യൂട്രലായിട്ട് വേറൊരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യരൊഴിച്ച് ബാക്കി 2 പേരും ഗോഡ്ലി ആളുകളാണ്, ഭയങ്കര പവറാണ്, ഭയങ്കര വലിയ സിവിലൈസേഷൻസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എക്സ്ചേഞ്ചസ് നടക്കുന്നുണ്ട്, പാക്റ്റുകൾ നടക്കുന്നുണ്ട്, എന്താ പറയുന്നത്, ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ 12,000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ബുക്കിനകത്ത് എഴുതി വെച്ചേക്കാണ്, ഇവര് തമ്മിൽ, ഈ വലിയ 2 ഫാക്ഷൻസ് തമ്മിൽ ഒരു പാക്റ്റ് ഉണ്ട്. ഈ പാക്റ്റ് കഴിഞ്ഞ 40,000 വർഷമായിട്ട് ഇവരുടെ ലീഡേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല, ഇവരുടെ പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലാന്റിയൻസ് ഓർ ദി അതർ ഫാക്ഷൻ ഏതാണെന്ന് ഞാൻ പറയാം, ഇപ്പോഴേ ഞാൻ പറയുന്നില്ല. അതർ ഫാക്ഷൻസ് കൈകോർത്ത് വെച്ചിരിക്കുന്ന പാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ബാക്കിയുള്ള കോണ്ടിനെന്റുകളിലേക്ക് ഇറങ്ങില്ല എന്നും അവിടെയുള്ള ഹ്യൂമൻസിനെ നമ്മൾ ഇന്റർബ്രീഡ് ചെയ്യില്ല എന്നും അവിടെയുള്ള ഹ്യൂമൻ എവല്യൂഷൻ നാച്ചുറലായി നടക്കാൻ നമ്മൾ മാറി നിന്ന് കൊടുക്കണമെന്നും നമ്മളുടെ ടെക്നോളജി അല്ലെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള ഇൻഫ്ലുവൻസ് അവിടെ കൊടുക്കാൻ പാടില്ല, കാരണം കൊടുത്തതിൻ്റെ ഫലമാണ് നമ്മൾക്കുണ്ടായത്. വി ആർ എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിയൻസും മറ്റേ ഫാക്ഷൻസും ഇന്റർബ്രീഡിങ്ങിൻ്റെ കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനായത്. നാച്ചുറലായിട്ട് ഭൂമിയിലുണ്ടായ ഹ്യൂമനോയിഡ്സ് എങ്ങനെ വരുമെന്ന് നമുക്കറിയണം. അതുകൊണ്ട് ഇവരെ ഗ്രീക്കുകാരെയും ബാക്കി മനുഷ്യന്മാരെയും ഒന്നും നമ്മൾ തൊടാൻ പാടില്ല. അങ്ങനെയാണ് അവരുടെ പാക്ട്. Can I ask you something? Yeah. Do you really believe in intergalactic federation? ഇന്റർഗലാക്റ്റിക് ഫെഡറേഷനെ പറ്റി ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, Honest opinion. തെളിവുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ യെസ്. എൻ്റെ മനസ്സിൽ നിന്ന് വരുവാണെങ്കിൽ ടു ഫാർ ഫെച്ച്ഡ് ആയിട്ട് തോന്നും. പക്ഷെ തെളിവുകൾ വെച്ച് നോക്കുവാണെങ്കിൽ തെളിവതിനുണ്ടോ? 100%. ഇന്റർഗലാക്റ്റിക് ഫെഡറേഷൻ എന്തോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ വേൾഡ് എലീറ്റ്സിന് മാത്രം അറിയാവുന്ന ഒരു ഓർഡർ, അതൊക്കെ പറയപ്പെടുന്നൊരു സാധനം. അത് ഭയങ്കര ഡീപ്പ്. അത് പിന്നെ പോവാം. ഇവ ഇടയ്ക്കേറി ഞാനത് ചിന്തിച്ച് അങ്ങ് പോയി. അപ്പത്തേക്കും അവര് പറയുന്നത് ഇന്റർബ്രീഡ് ചെയ്യാൻ പാടില്ല, കാരണം ഹ്യൂമൻ സിവിലൈസേഷനെ നമുക്ക് തൊടണ്ട, അവർ അവരുടെ രീതിയിൽ വളർന്നോട്ടെ. നമ്മൾ അറ്റ്ലാന്റിയൻസിന്റെ സൈഡിലും മറ്റുള്ളവർ മറ്റേ ഫാക്ഷൻ അവരുടെ ഇതിലുമായിട്ട് നമ്മളുടെ കാര്യം നോക്കി പോവാം. സിംപ്ലി അവർ നാച്ചുറൽ പ്രോഗ്രഷന് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. നമ്മളിപ്പം സെന്റിനിയൽ ഐലൻഡിൽ പോകുന്നില്ലല്ലോ, അതുപോലെ തന്നെ അവരെന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ക്യൂരിയസും ആണ്. പക്ഷെ അവർക്ക് ടെക്നോളജി, ഇപ്പൊ സെന്റിനിയൽ ഐലൻഡിൽ നാളെ ഐഫോൺ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫുൾ സാധനവും അവർ ഫ്ലിപ്പ് ആവും, അവരുടെ എവല്യൂഷനെ മാറിപ്പോവും. സെന്റിനിയൽ ഐലൻഡിലോട്ട് ഇപ്പൊ നമ്മളൊരു ഹെലികോപ്റ്റർ ഉണ്ടെന്ന് അവരെന്തായിരിക്കും പറയുന്നത്? പുഷ്പവിമാനത്തിൽ നിന്ന് ചിറകിടിക്കും ഇടിമിന്നലിന്റെ ശബ്ദം. നമ്മുടെ രാമായണത്തിൽ ഇത് വെച്ചിരിക്കുന്ന കഥ അമ്മ. അതെ കറക്റ്റ്. അപ്പോ അങ്ങനെ കണ്ടു എന്ന് ഗ്രീക്ക് 12,000 വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചേക്കാണ്. സോ ക്ലിയർലി അവർക്ക് ഇതിനെപ്പറ്റി അറിയാം. എന്നിട്ട് 40,000 വർഷം ഇവരിത് പാക്റ്റ് കൊണ്ടുപോയി. 40,000 വർഷം ഇവർ ഹ്യൂമൻ ഇൻട്രാക്ഷൻ നടത്തിയിട്ടില്ല, ഹ്യൂമൻ ആയിട്ട് കട്ട് ഓഫ് ചെയ്തേക്കാണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഗ്രീക്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഹ്യൂമൻസ് ആണ്. ഗ്രീക്ക് യൂറോപ്പിലൊക്കെ ജീവിച്ചവർ ഹ്യൂമൻസ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ അറ്റ്ലാന്റിസിന് എഴുതിയേക്കുവാണ് അവരുടെ എനർജി എല്ലാം പവർ ചെയ്തുകൊണ്ടിരുന്നത് ക്രിസ്റ്റൽസ് വെച്ചാണ്.
അറ്റ്ലാന്റിസ് നാച്ചുറൽ ഈതർ അതെ അതെ, നാച്ചുറൽ എയ്തർ അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ നമ്മൾ പറയാണ് ഈ കോഡ്സ് എന്നൊക്കെ പറഞ്ഞില്ല, നമ്മുടെ കോഡ്സ് വാച്ച് അല്ലെങ്കിൽ കോഡ്സ് എനർജി, ഇപ്പൊ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ വെച്ച് നമ്മൾ പവർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടുപിടിച്ച് വരുന്നതേ ഉള്ളൂ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവർ പോയ സ്ഥലത്തെല്ലാം അവർ പിരമിഡ് പണിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കോഡ്സ് മെറ്റീരിയൽ വെച്ചിട്ടിരുന്നത് ഉണ്ടായിരുന്നത്. കാരണം നമ്മുടെ പിരമിഡ് ഓഫ് ഗീസയുടെ മണ്ടയിൽ ഇപ്പോഴും ആ ടോപ്പിലിരുന്ന കോഡ്സ് ഇല്ല, അതെടുത്ത് മാറ്റിയേക്കുക. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പിരമിഡ് ഓഫ് ഗീസ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് അറ്റം ഇങ്ങനല്ലേ ഇരിക്കുന്നത്, പക്ഷെ അറ്റത്തിന് വരെ ഇച്ചിരി ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ ഉള്ളൊരു സാധനം അവർ കട്ട് ചെയ്ത് മാറ്റിയേക്കുവാണ്. കാരണം പിരമിഡ് ഓഫ് ഗീസ കല്ലുകൊണ്ടിരിക്കുന്നതും കല്ലിൻ്റെ മണ്ട ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ വെക്കുന്നതും ആളുകൾ ഫ്ലിപ്പാവും. അതുകൊണ്ട് അവരത് എടുത്ത് മാറ്റിയേക്കുക. അപ്പോൾ ഇതുപോലെ നാച്ചുറൽ എനർജി എല്ലാം കണ്ടുപിടിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്ക് കൂടുതൽ റിസോഴ്സ് വേണം. ആ റിസോഴ്സ് ചിലപ്പം ക്രിസ്റ്റൽസ് ആവാം, എണ്ണയാവാം, ലാൻഡ് ആവാം, ഫുഡ് ആവാം, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് വേണമെങ്കിലും ആവാം. അങ്ങനെ അറ്റ്ലാന്റിയൻസ് ഗ്രീക്കിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഞങ്ങൾക്ക് ഗ്രീക്കിൻ്റെ സ്ഥലം വേണം, ഗ്രീക്കിൻ്റെ റിസോഴ്സസ് വേണമെന്ന് മനുഷ്യരോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഗ്രീക്കുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ആകെ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. ഇതെല്ലാം കഥയാണ്, അതിൽ എഴുതി വെച്ചേക്കുന്നതാണ്. ഞങ്ങൾക്ക് ആകെ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒന്നും തരാൻ പറ്റത്തില്ല. അങ്ങനെ പറയുമ്പോൾ അറ്റ്ലാന്റിസ് പറഞ്ഞു, ഓക്കെ വി ആർ ഇൻവേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സീ ഇൻവേഷൻ നടക്കാൻ പോവാണ്. ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഷിപ്പ് എന്നാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ 12,000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥയ്ക്കകത്ത് ലക്ഷക്കണക്കിന് കപ്പലുകളുടെ കഥ പറഞ്ഞേക്കാണ് വരികയാണ്. അങ്ങനെ അറ്റ്ലാന്റിയൻസിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന ഹെറിക്ലസ് എന്ന് പറയുന്ന അറ്റ്ലാന്റിസിന്റെ അറ്റാക്ക് വരികയാണ്. അപ്പോഴത്തേന് ഗ്രീക്കിലെ ആളുകൾ ഹെറിക്ലസ് എന്നെന്തോആണ് പേര്, ഗ്രീക്കിന്റെ പടനായകൻ, ആ പേര് വരെ അവിടെ ഉണ്ട്. സോ ഇതൊരു മെയ്ഡപ്പ് കഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹെറിക്ലസ് അങ്ങനെ പുള്ളിയാണ് ഡിഫെൻഡ് ചെയ്യാൻ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും എല്ലാം വെച്ചേക്കുന്നത്. പക്ഷെ അവർ ഫെയിലാവും. അപ്പോൾ അറ്റ്ലാന്റിസിന്റെ അന്നത്തെ മിത്തോളജിക്കൽ ലീഡറാണ് അഥീന. അഥീനയുടെ പേരിലാണ് പിന്നെ ഏതൻസ് എന്നും ഒക്കെ വരുന്നത്. അപ്പം മിത്തോളജിക്കൽ ലീഡറായ അഥീന ഇവരെ അറ്റ്ലാന്റിസിനെ തടഞ്ഞു വെക്കാൻ നോക്കുന്നു. കുഞ്ഞിക്കാട്ടം മനുഷ്യർക്ക് മുന്നിൽ ദൈവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. അറ്റ്ലാന്റിസ് ഒരു രാത്രി കൊണ്ട് ഏതൻസ് അല്ലെങ്കിൽ ഏൻഷ്യൻ ഗ്രീക്ക് പിടിച്ചെടുത്തു. ഒരു രാത്രി കൊണ്ട് പിടിച്ചെടുക്കുകയും പിന്നെ സംഭവിച്ചത് ഏതൻസ് എന്ന രാജ്ഞി ഇവരുടെ മനുഷ്യരുടെ നാശം മുന്നിൽ കണ്ടു. അറ്റ്ലാന്റിയൻസ് പറയുന്നത് ഇനി ഈ മനുഷ്യർ വേണ്ട, കാരണം നമുക്ക് കോണ്ടിനെന്റ് നിറഞ്ഞു, ഞങ്ങൾക്ക് ലാൻഡും വേണം. കാരണം അവരൊരു ഐലൻഡ് കോണ്ടിനെന്റിലാണ് ജീവിച്ചിരുന്നത്. ഐലൻഡ് കോണ്ടിനെന്റ് എവിടെയാണെന്ന് ഒന്നുകൂടെ കൊടുത്തേക്കാം, അറ്റ്ലാന്റിക് ഓഷനിലാണ്. അപ്പോൾ ഈ ഐലൻഡ് കോണ്ടിനെന്റ് നിറഞ്ഞു, ഞങ്ങൾക്ക് ഇനിയും ലാൻഡ് വേണം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പം അഥീനയ്ക്ക് മനസ്സിലായി ഇത് മനുഷ്യര്, മറ്റേ വലിയ 2 ഫാക്ഷൻസ് വേറെയുണ്ട്, മൂന്നാമതായ ഞങ്ങൾ സാധാരണ മനുഷ്യര്, ഇത് അവരുടെ അന്ത്യമാണ് എന്ന് മനസ്സിലാക്കി അഥീന തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ നോക്കി, എല്ലാം നശിച്ചു. അഥീന ഉള്ള ജീവനും കൊണ്ട് മാറി ഹെൽപ്പ് തേടി. ഹെൽപ്പ് തേടുന്നത് എവിടെയാണെന്ന് അറിയാമോ? അത് ആ ഗ്രീക്ക് ബുക്കിൽ എഴുതി വെച്ചേക്കുന്നതാണ്. ഫാർ ടു ദ ഈസ്റ്റ്, എവേ ഫ്രം ദി മൗണ്ടൻസ്, ദ സൺ ഗോഡ് റാ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈസ്റ്റില് ഗ്രീസ് ഇവിടെ ആണെങ്കിൽ മാപ്പിൽ അതെ ഹിമാലയസിന്റെ സൈഡിലോട്ടാണ് അവർ ചൂണ്ടുന്നത്. ഹിമാലയസിന്റെ അവിടോട്ട് സൺ ഗോഡ് കിങ്ഡം എന്ന് പറയുന്ന അറ്റ്ലാന്റിയൻസിന് എന്തെങ്കിലും റെസ്പെക്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അറ്റ്ലാന്റിയൻസ് പോലും പാക്ട് വെച്ച് 40,000 വർഷം ഈ പാക്ട് സംഭവിച്ചു. അപ്പൊ അവർ അറ്റ്ലാന്റിയൻസിന് പേടിയും ബഹുമാനവും ഉള്ള ഒരു ഫാക്ഷൻസ് ജീവിച്ചിരിപ്പുണ്ട്. ചുമ്മാ കയറി ചൊറിയാൻ പറ്റത്തില്ല, ചൊറിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള സൺ ഗോഡ് റാ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അഥീന ഹെൽപ്പിന് വേണ്ടി ചോദിച്ചു. വേറെ സാധനമാണ് ഈസ്റ്റിൽ നമുക്കറിയാവുന്നൊരു ഗ്രേറ്റ് പിരമിഡ് ഉണ്ട് അണ്ടർ സ്നോ. കൈലാസ ടെമ്പിൾ ഉണ്ട്, ചൈനയിലെ പിരമിഡ്. കൈലാസ ടെമ്പിൾ അല്ലേ ഉദ്ദേശിച്ചത്? കൈലാസ മൗണ്ട് കൈലാഷ് ഒരു പിരമിഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഗവൺമെന്റ് ഒന്നും എക്സ്പെഡിഷൻ അലോ ചെയ്യുന്നില്ല, നോബഡി ക്യാൻ ഗോ നിയർ ഇറ്റ്. അതിന്റെ അടുത്ത് കൊണ്ടുപോയാൽ വർക്ക് ആവും. ഈവൻ ദോ ചൈനീസ് ഗവൺമെന്റ് ഒരു എക്സ്പെഡിഷന് ഗവൺമെന്റ് പോയതാ, ഹൈ ഒഫീഷ്യൽസ്, അവര് റിപ്പോർട്ട് കത്തിച്ചു കളഞ്ഞു. അതെ റിപ്പോർട്ട് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് അടുത്ത ആഴ്ച പുതിയ നിയമം കൊണ്ടുവന്നു, നോ ചൈനീസ് ഈസ് അലൗഡ്. ചൈനീസ് അല്ല, ചൈന, ഇന്ത്യ, ടിബറ്റ് എല്ലാരും കൂടെ എടുത്ത അതിനകത്ത് എക്സ്പെഡിഷൻ നിർത്തി. അപ്പോൾ സൺ ഗോഡ് റായിലെ ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ സൺ ഗോഡ് എന്ന് പറഞ്ഞാൽ സൂര്യപുത്രന്മാർ അല്ലെങ്കിൽ സൂര്യവംശകൻ എന്നാണ് പറയുന്നത്. അപ്പത്തേനും സൂര്യവംശകന്റെ അന്നത്തെ രാജാവാണ് റാ.
രാജാവ് വന്നു അറ്റ്ലാന്റിയൻസിനോട്, അതീനയുടെ മെസ്സഞ്ചറിനെ വന്നു, എന്നിട്ട് റാ വന്ന് അറ്റ്ലാന്റിയൻസിനോട് പോയി പറയാണ് നമുക്ക് ഈ വാർ ഇവിടെ നിർത്താം, ഹ്യൂമൻസിൻ്റെതായിക്കോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെസ്റ്റിലോട്ടോ പോയി ലാൻഡ് എടുത്തോളൂ, നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്തോളൂ. അപ്പോൾ തന്നെ അറ്റ്ലാന്റിയൻസ് പറയും പറ്റില്ല, ഞങ്ങൾക്ക് ഈ ലാൻഡ് വേണം, ഈ ലാൻഡിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് അതാണ് വേണ്ടുന്നതെന്ന്. എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ക്രൂഡ് ഓയിൽ യൂറോപ്പിലാണ്. എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഈ സാധനങ്ങളെല്ലാം ഇവിടാണ്. അപ്പൊ ഇവരെന്തിനോ വേണ്ടി വന്നതാണെന്ന് നമുക്കറിയാം, ലാൻഡ് ഉൾപ്പെടെ. അപ്പത്തേനും അവർ പറഞ്ഞു പറ്റില്ല, വി ആർ ഓൾറെഡി സ്റ്റാർട്ടഡ് ദ ഇൻവേഷൻ, ഞങ്ങൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, ഇനി അതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യരെ മൊത്തം കൊല്ലുകയാണ്. ഇവര് അറ്റ്ലാന്റിക് ഓഷനിൽ നിന്ന് യൂറോപ്പിലോട്ട് കയറി. കഥ ഇങ്ങനെയാണ് പോകുന്നത്, ഹിറ്റ്ലർ പറയുന്ന കഥയായിട്ട് ഇതിന് സാമ്യമുണ്ട്. യൂറോപ്പിലോട്ട് കയറി അറ്റ്ലാന്റിയൻ സ്റ്റാർട്ടഡ് സ്പ്രെഡിങ്. മനസ്സിലായോ? യൂറോപ്പിൽ ഫുൾ ഇൻവേഷൻ നടക്കുന്നു, യൂറോപ്പിൽ നിന്ന് അറ്റ്ലാന്റിയൻസ് സ്പ്രെഡ് ചെയ്യുന്നു, കോണ്ടിനെന്റ്സ് ഫുള്ള് പിടിച്ചടക്കാൻ നോക്കുന്നു. അങ്ങനെ അറ്റ്ലാന്റിയൻസ് ഇത്രയും പ്രശ്നമായതിനു ശേഷം ഈ സൂര്യവംശകനായ റാ പറയുകയാണ്, ഓക്കെ നമ്മൾ തമ്മിലുള്ള പാക്ട് നീ തെറ്റിച്ചു, ഇനി നമ്മൾ തമ്മിൽ യുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറ്റ്ലാന്റിക് ഓഷൻ അല്ലെങ്കിൽ ഓഷനിൽ താഴെയുള്ള ഒരു ഐലൻഡ് നേഷനായ അറ്റ്ലാന്റിസിലോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന കഥയാണ് ഇനി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കഥയ്ക്ക് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. ഈ കഥ വേറൊരു കൾച്ചറിലും ഉണ്ട്. ആ കൾച്ചർ ഏതാണെന്ന് ഞാനിപ്പോൾ പറയരുത്, സ്പോയിലർ ആക്കണ്ട. അപ്പോഴത്തേക്കും ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് സൺ ഗോഡ് റാ മോളിൽ നിന്ന് താഴെ സൗത്തിലേക്ക് ട്രാവൽ ചെയ്ത് വന്ന് പുള്ളിയുടെ ആർമി മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ത്രട്ടൺ ആയതുകൊണ്ട് വരുന്ന വഴി എല്ലാമുള്ള രാജ്യങ്ങളിലെ ആർമിയും ആ രാജാവ് സംഘടിപ്പിച്ചു. വരുന്ന വഴിയിലുള്ള എല്ലാ ആർമിയും, ആ വരുന്ന വഴിയിലുള്ള ആർമി ഈ സൺ ഗോഡ് റാ യുടെ ആർമി ഒഴിച്ച് ബാക്കി എല്ലാ ആർമികളും മനുഷ്യന്മാരാണ്. അങ്ങനെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സൺ ഗോഡ് റാ എന്ന് പറയുന്ന ആൾ മനുഷ്യനല്ല, അയാൾ സൂര്യവംശകനാണ്. സൺ ഗോഡ് റായ്ക്ക് ഒരു ബ്രദറും ഉണ്ടെന്നാണ് പറയുന്നത്, ട്വിൻ ബ്രദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. യങ്കർ ബ്രദറിനോ എൽഡർ ബ്രദറിനോ ഒന്നും പറഞ്ഞിട്ടില്ല. സൺ ഗോഡ് റായും പുള്ളിയുടെ ട്വിൻ ബ്രദറും കൂടി സൗത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ സാധാരണ മനുഷ്യന്മാരുടെ എല്ലായിടത്തും ഈ കാര്യങ്ങൾ പറഞ്ഞ് ആർമി അമാസ് ചെയ്ത് വെള്ളത്തിൻ്റെ അടുക്കിൽ എത്തിയിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ഈ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വെച്ചാണ് എനിക്ക് ഈ കഥ വേറെ എവിടെയോ ഫ്ലിപ്പായത്. എത്തിയിട്ട് ആ വെള്ളത്തിൻ്റെ അടുത്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ ആർമി അറ്റ്ലാന്റിസിലേക്ക് കടലിൽ കൂടെ ഒരു പാലം പണിഞ്ഞു എന്നാണ് പറയുന്നത്. അറിയില്ല, ആവാം. കാരണം കടലിലേക്ക് ഒരു പാലം പണിഞ്ഞു, അവര് അറ്റ്ലാന്റിസിനെ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും വലിയ ആർമി അറ്റ്ലാന്റിസിലേക്ക് പോവുകയും അറ്റ്ലാന്റിസിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നത്. ഇതേപോലൊരു കഥയാണ് നമ്മളുടെ ഹിന്ദു മിത്തോളജിയിൽ രാമായണം എന്ന് പറയുന്ന കഥ. രാമായണം എന്ന് പറയുന്ന കഥയിൽ എന്താ പറയുന്നത്? സൂര്യവംശകനായ റാം, അവിടെ സൺ ഗോഡ് റാ എന്ന് പറഞ്ഞാൽ സൂര്യവംശകനായ റാ, ഇവിടെ സൂര്യപുത്രൻ അല്ലെങ്കിൽ സൂര്യവംശകനായ രാമന്റെ അനിയനെയും കൊണ്ട് എന്താ പറയുന്നത് താഴേക്ക് വന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന് വാനരന്മാരെ കൂട്ടി. വാനരൻ എന്ന് പറയുന്നത് കുരങ്ങന്മാരെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ സ്പീഷീസ്. വാനരൻ എന്ന് പറഞ്ഞത് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, വാൻ നര എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്, നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ. നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ്. അപ്പം വൻ നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ മനുഷ്യന്റെ ആർമിയും കൊണ്ട് താഴേക്ക് വന്ന് ഐലൻഡ് നേഷനായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ലങ്ക. ഇനി വേറൊരു കാര്യമുണ്ട്, അറ്റ്ലന്റിസ് എന്ന് പറയുന്ന സ്ഥലം തന്നെയാകാം ലങ്ക. ലങ്കയും ലെന്റിസും എന്നുമാണ് പറയുന്നത്. ലെങ്കിസ് എന്നാണ് നമ്മളുടെ എന്താ പറയുന്നത് ഇന്തോനേഷ്യയിലെ രാമക്കീനില് ലങ്ക എന്ന് പറയുന്നത് ലെങ്കിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അറ്റ്ലാന്റിസ് തന്നെയായിരിക്കും അറ്റ്ലിങ്കിസ്. അതും വന്നു അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഈ രാവണൻ എന്ന് പറയുന്ന ആളിനെ പറ്റി നമ്മളുടെ ഈ രാമായണത്തിൽ പറയുന്നത് എങ്ങനെയാ അറിയാവോ? ദേ ആർ ഷേപ്പ് ഷിഫ്റ്റേഴ്സ്, റെപ്റ്റീലിയൻ ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആണ്. നമ്മൾ മായൻ സിവിലൈസേഷന്റെ റെപ്റ്റീലിയൻസിനെ പറ്റി പറഞ്ഞു.
ഈജിപ്ഷ്യൻ തോട്ടിന്റെ റെപ്റ്റീലിയൻസിനെ പറ്റി പറഞ്ഞു. ഇതുപോലുള്ള റെപ്റ്റീലിയൻസിനെ പോലെ തന്നെയാണ് ഈ രാവണന്റെ അവിടെ ഉള്ള റെപ്റ്റീലിയൻ ഫീച്ചേഴ്സ് ഉള്ള ഈ ഷേപ്പ് ഷിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രാവണനും രാവണന്റെ കൂടെ ഉള്ള ആർക്കും ഷേപ്പ് മാറാൻ പറ്റും, മനുഷ്യ രൂപം എടുക്കാൻ പറ്റും, അല്ലാതെ വേറൊരു 10 തലയുള്ളൊരു രൂപം എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. 10 തലയുള്ള രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ മയൻ സിവിലൈസേഷനിലെ കുക്കുക്കാനും നമ്മളുടെ നാഗാസിനെയും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ 7ഉം 8ഉം ഹുഡഡ് സർപ്പൻസിനെ പറ്റി നമ്മളുടെ മനസ്സിലായോ, നമ്മുടെ മിത്തോളജിയിൽ പറയുന്നുണ്ട്. ഈജിപ്ഷ്യൻ മിത്തോളജിയിലും ഉണ്ട്. ഞാൻ ഈ പല തലയുള്ള റെപ്റ്റീലിയൻ ബീയിങ്സിന്റെ പടമുള്ള ഒരു ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. റഷ്യ, ഗ്രീക്ക്, റോമൻസ്, ഈജിപ്ഷ്യൻസ്, ഇവിടെ എല്ലാം ഈ ഒരു സാധനങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇതാണ് അറ്റ്ലാന്റിയൻസ് എന്നാണ് ആ മിത്തോളജി പറയുന്നത്. ഈ യഥാർത്ഥത്തിൽ രാമായണം എന്ന് പറയുന്ന കഥ അറ്റ്ലാന്റിസും നമ്മളുടെ ലുമേറിയൻസ് എന്ന് ഇപ്പൊ പറയുന്ന ഈ സൺ ഗോഡ് കിങ്ഡവും തമ്മിലുള്ള വാറാണ്. ആ സൺ ഗോഡ് കിങ്ഡത്തിലെ ആളാണ് രാമനും, അറ്റ്ലാന്റിസിന്റെ നേതാവായിരുന്നു നമ്മളുടെ രാവണനും. അത് മാത്രമല്ല, ഇനിയും പറഞ്ഞു പോയ കഥ വീണ്ടും നീണു. കാരണം ഇനി നമ്മൾ പറഞ്ഞ ഡയറക്റ്റ് ടിബറ്റിലോട്ട് എത്തും. ടിബറ്റിലേക്ക് എത്തിയ ഗൈസ്, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ടിബറ്റ് ഇസ് എ സ്പെഷ്യൽ പ്ലേസ് ഓൺ പ്ലാനറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ the knowledge they have, there is a book called the book of the dead. book of the dead ഭയങ്കര ഇതാ. ആ ബുക്ക് ഓഫ് ദ ഡെഡിന്റെ പ്രത്യേകത എന്താ അറിയോ? ഒരുപാട് വലിയ വലിയ സയന്റിസ്റ്റുമാര് മരിക്കുന്നതിന് മുമ്പ് സിലസൈബിനല്ല LSD മൈക്രോഡോസ് ചെയ്യും. എന്നിട്ട് ദ ബുക്ക് ഓഫ് ദ ഡെത്തിനകത്ത് പറഞ്ഞ രീതിയിൽ മരിക്കും. ചിലവര് മരിച്ചിട്ട് തിരിച്ചു വരും. ആ ബുക്ക് അതുണ്ട്. ഒരു വൈഫും ഒരു ഹസ്ബൻഡും ഡോക്യുമെന്റഡാ. അതിനെപ്പറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അതുപോലെ തന്നെ ഈ ലങ്ക, അറ്റ്ലാന്റിസ്, സൺ ഗോഡ് റാ, അല്ലെങ്കിൽ രാമായണത്തിലെ രാമൻ എന്ന് പറയുന്ന സാധനം കണക്ട് ചെയ്യുക. നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കുക. ഈവൻ ഇൻ രാമായണം 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഈവൻ ഇൻ രാമായണത്തില് ഗ്രീക്കിൽ നിന്ന് വന്ന പടയാളികൾ നമ്മളെ രാമായണത്തിൽ ഫൈറ്റ് ചെയ്യുന്നതിനെ പറ്റി കറക്റ്റ് മെൻഷനിങ് ഉണ്ട്. ഗ്രീക്ക്. ഞാൻ ഈ കഥ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനാണ് എന്നോട് പറഞ്ഞത്, എടാ നീ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. കാരണം രാമായണത്തില് അങ്ങ് ഏൻഷ്യൻ ഗ്രീക്കിൽ നിന്ന് വന്ന പടയാളികളുടെ ഒരു പേരും പടയാളികളുടെ സ്ഥലവും പറയുന്നുണ്ട്. കാരണം രാമൻ, നമ്മളിപ്പോൾ പറയുമ്പോൾ രാമൻ വന്ന് കുരങ്ങന്മാരെ കൊണ്ട് അടികൂടി എന്നാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. ബട്ട് നോ, മനുഷ്യന്മാരായിട്ടുള്ള ആളുകളെ അമാസ് ചെയ്ത് ലോകത്തിലെ മനുഷ്യന്റെ ഫുൾ ആർമി ലീഡ് ചെയ്ത ഒരു കിങ്ഡമാണ് റാ. അങ്ങനെ ഇവര് നശിക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇവരിങ്ങനെ നശിക്കുന്നത് ഈ അറ്റാക്ക് നടന്നു. പിന്നെ വേറൊരു കാര്യം പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഭാര്യ കട്ടുകൊണ്ട് പോയ കഥയെന്നാണ് നമ്മളോട് പറയുന്നത്? ഒരു ഭാര്യയെ കട്ടുകൊണ്ട് പോയെന്ന് പറയുന്ന ആളോട് ലോകത്തിലെ ഏറ്റവും വലിയ നീതിമാൻ, ധർമ്മജൻ, ലോകത്തിലെ ഏറ്റവും വലിയ നീതി പുരുഷൻ എന്നൊക്കെ പറയുന്ന ആള് ഒരാളെ കട്ടുകൊണ്ട് പോയതിന് തിരിച്ചു പോയി ഒരു കോണ്ടിനെന്റ് മുഴുവൻ കത്തിച്ചു കളയുമോ? നമ്മുടെ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ലങ്കാ ദഹനം എന്നാണ്. ലങ്കാ ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്ക മുഴുവൻ കത്തിച്ചു. ആ കത്തലിന്റെ ചൂട് കൊണ്ട് സ്വർണം ഉരുകിയെന്നാ പറയുന്നത്. മനസ്സിലായോ? ഡിസ്ട്രോയിഡ് ആൻ എൻറ്റയർ സിവിലൈസേഷൻ. അപ്പോ സപ്പോസ് ബോംബിംഗ് അതെ 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 അതുപോലുള്ള ഇതാണ് എന്ന് പറഞ്ഞാൽ അവിടെ നടന്നത് ഭാര്യയെ കട്ടുകൊണ്ട് പോയതിന് തിരിച്ചു പോയതോ അതൊന്നുമല്ല. അത് നമ്മളുടെ കഥയുടെ വേർഷനാണ്. വേറൊരു കഥയിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാനറ്ററി കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ആ കോൺഫ്ലിക്റ്റിൽ പങ്കെടുത്ത രാജാവാണ് ഈ രാവണനും. അങ്ങനെ യുദ്ധം നടന്നു. അവസാനം രാമനും രാവണനും തമ്മിൽ അപ്പോഴും വേറൊരു പാക്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ യുദ്ധം നടന്നാലും കുഴപ്പമില്ല, പക്ഷേ ഒരു ടൈപ്പ് ഓഫ് വെപ്പൺ ഉണ്ട്. ആ വെപ്പൺ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നോ ഫസ്റ്റ് യൂസ് പോളിസി 12,000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട്. എന്ന് പറഞ്ഞാൽ രാവണൻ ആദ്യമേ ആ വെപ്പൺ ഉപയോഗിക്കും. ആ വെപ്പൺ ഉപയോഗിച്ച് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ പിന്നെ രാമൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കും. ബ്രഹ്മാസ്ത്രം, അതിൻ്റെ ഒരു പേരുണ്ട്, അസ്ത്രം. ആ 2 പേർക്കും അസ്ത്രം കൊടുത്തേക്കുന്ന ആരാന്നറിയാവോ? ശിവനാണ്, ദ ഗ്രേറ്റസ്റ്റ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള ആളുകൾക്കും ഈ അറ്റ്ലാന്റിയൻസും ഗോഡായിട്ട് കാണുന്ന ഒരാളുണ്ട്. എന്ന് പറഞ്ഞാൽ ശിവൻ ഏളിയില്ല എന്ന് പറയുന്നതിന് ഇതിൽ വലിയ തെളിവൊന്നും വേണ്ട. ആ ആദ്യമേ വന്ന സൺസ് ഓഫ് ഗോഡ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ശിവന്റെ ഡെപ്പിക്ഷൻ തന്നെ നോക്ക്, റെപ്റ്റീലിയൻ. അതെ 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 ശിവന്റെ ഡെപ്പിക്ഷനിൽ യഥാർത്ഥത്തില് ശിവപുരാണയിലാണെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ശിവന് മനുഷ്യന്റെ തലേന്നൊന്നും പറഞ്ഞിട്ടില്ല. ശിവന്റെ തോളിന്റെ മുകളിലോട്ട് പാമ്പുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ മനുഷ്യരായതുകൊണ്ട് ശിവനൊരു മനുഷ്യരായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂ.
ശിവന്റെ പടം വരച്ചിട്ട് 200-150 വർഷം ആവുന്നുള്ളൂ. ശിവകാശിയിൽ ഒരു തമിഴൻ വരച്ച പടമാണ് ശിവന്റെ. നമ്മൾ നോക്കുന്ന 6 പാക്ക് മച്ചാൻ നീല കളറിലെ ഒരു തമിഴൻ വരച്ച പടമാണ്. അപ്പം ശിവന്റെ മുകളിലോട്ട് ഒരു റെപ്റ്റിലിയൻ ഹെഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യർ നോക്കുമ്പോൾ എങ്ങനെയാണ്, ഓക്കെ ശിവനെ ആദ്യമേ വരച്ചു എന്നിട്ട് കഴുത്തിന്ന് ഒരു റെപ്റ്റിലിയൻ ഹെഡ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത എപ്പിസോഡിലോട്ട് പോകും. സോ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതും നമ്മളൊരു പ്ലാനറ്ററി ഇന്റർ സ്പീഷീസ് സാധനമാണ്. ഹിറ്റ്ലർ ആൻഡ് ഹിംലറും അന്ന് അതെ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് യൂട്യൂബിലും വിക്കിപീഡിയയിലും പല ബുക്കുകളും റെഫർ ചെയ്ത് ഇത്രയും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ലോകം മുഴുവൻ എക്സ്പെഡിഷൻ നടത്തി ഇത് അണർത്തി ചെയ്യാൻ നോക്കിയ ആളാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ ഇനി എന്തൊക്കെ കണ്ടുപിടിച്ചു, ഹിറ്റ്ലറിനെ എന്തുകൊണ്ടാണ് ലോകത്തെ മനുഷ്യർ മുഴുവൻ ഒന്നിച്ച് ഹിറ്റ്ലറിനെ ഇല്ലാതാക്കിയത്, ഹിറ്റ്ലറിന്റെ ഫാൻ ആണോ എന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ ഹിറ്റ്ലർ കണ്ടുപിടിച്ച കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്ന് ഞാൻ കൊണ്ട് അതൊക്കെ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ടോപ്പിക്കുകൾ കണക്ഷൻസ് നിങ്ങൾ പലയിടത്തും നിങ്ങൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ള റോ ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കമന്റ് ആയിട്ട് പറയാം. നിങ്ങൾ കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഗീവ് us കമന്റ്സ്, ഒപ്പീനിയൻ. അതെ നിങ്ങളുടെ ഒപ്പീനിയൻ പറ. നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്യാതെ പോകരുത്. ഹായ് ബ്രോ, ഗുഡ് ബ്രോ, അതൊക്കെ ഞങ്ങൾക്ക് ഹാപ്പിയാണ്. പക്ഷെ വാട്ട് യു ജെന്യുവൻലി തിങ്ക്, കാരണം നിങ്ങളും നമ്മളും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു വേദിയാണ് കമന്റ് ബോക്സ് ഉപയോഗിക്കുക. ഞാൻ എല്ലാ കമന്റിനും റിപ്ലൈ തരുന്ന ആളാണ്. എനിക്ക് പുതിയ ഐഡിയാസ് കിട്ടും, നിങ്ങൾക്ക് പുതിയ റെവലേഷൻസ് കിട്ടും. കമന്റ് ചെയ്യുക, നമ്മൾ സബ്സ്ക്രൈബ് subscribe. So guys, Sri here, do your research. Hope you guys like it. Talk to you guys later. Love you. Bye guys.